നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സിലബസ് സ്റ്റാൻഡേർഡ് 9th മാത്സിൻ്റെ 4th ചാപ്റ്റർ പുതിയ സംഖ്യകൾ ന്യൂ നമ്പേഴ്സ് അതാണ് ചാപ്റ്ററിൻ്റെ നെയിം. ഈ ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കും. ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങാം. ആദ്യം ടെക്സ്റ്റ് ബുക്ക് എക്സർസൈസ് ചെയ്യുന്നതിന് മുൻപ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഇറാഷണൽ നമ്പേഴ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില നമ്പേഴ്സ്. ഇപ്പോൾ √2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് വാല്യൂ നമുക്കറിയില്ല. നമ്മൾ അപ്രോക്സിമേറ്റ്ലി എങ്ങനെ എടുക്കുമെന്നോ 1.414 ആണ് √2 എന്ന് നമ്മൾ മാത്സ് ചെയ്യുമ്പോൾ അങ്ങനെ വാല്യൂ എടുക്കും. പക്ഷെ കറക്റ്റ് ഇതല്ല, ഇത് കഴിഞ്ഞും ഡെസിമൽ പോയിന്റ്സ് വാല്യൂസ് അവിടെ ഉണ്ട്, നമ്പേഴ്സ് ഉണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ √3ക്ക് നമ്മൾ എടുക്കുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ 1.732 എന്നാണ്. ഇതുപോലെയുള്ള നമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ ഈ ചാപ്റ്ററിൽ എക്സർസൈസ് വഴി പഠിപ്പിക്കുന്നത്. ഇനി പറയേണ്ടത് പൈത്തഗോറസ് സിദ്ധാന്തം ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കയ്യിലൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ട്, മട്ട ത്രികോണം. ഇത് 90 ഡിഗ്രി ആണെന്ന് വിചാരിച്ചു. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളയാളാണ് കർണം അഥവാ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയും. ഞാനിവിടെ അതിന് എ എന്ന് പറയുകയാണ്. ഹൈപ്പോട്ടിന്യൂസ് ആണ് എ. പിന്നെ ഈ രണ്ട് സൈഡ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, ലംബവശങ്ങൾ. അതിന് ബി എന്നും സി എന്നും പേരിട്ടു. അങ്ങനെയാണെങ്കിൽ A² = B² + C². ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ചെയ്യാൻ വളരെയധികം ആവശ്യമുണ്ട്. A² ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് C² + B². ഈ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെങ്ത്തുകൾ അവരുടെ സ്ക്വയേഴ്സിന്റെ സം ആയിരിക്കും ഹൈപ്പോട്ടിന്യൂസിന്റെ ലെങ്ത്തിന്റെ സ്ക്വയർ. ഈ ഒരു റിലേഷൻ ഇവിടെ വളരെയധികം ആവശ്യമുണ്ട്. ഇനി 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ്. ഒരെണ്ണം 90, പിന്നെ ഒരെണ്ണം 30, ഒരെണ്ണം 60. ഇങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സിൻ്റെ റേഷ്യോ 1:√3:2 എന്നായിരിക്കും. ഈ ഒരു റിലേഷനും ഈ പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമുണ്ട്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചില പിള്ളേർക്ക്. ഇത് പഠിച്ചു വെക്കാൻ എളുപ്പമുണ്ട്, പക്ഷെ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഓർക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ പറയുന്നത്, എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോഴേ പഠിച്ചു പോവുകയാണെങ്കിൽ, അതുപോലെ ടാൻ തീറ്റ, അതായത് ട്രിഗ്നോമെട്രി ആണിത്. ഇത് നമ്മൾ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുക. പക്ഷെ അത് ഇപ്പോഴേ ഒന്ന് മനസ്സിലാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ റേഷ്യോ എടുക്കുന്നതും അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. അപ്പോൾ ഞാൻ ഈ സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇൻട്രഡക്ഷൻ ചെയ്തു തരാം. കാരണം അത് ഉപയോഗിച്ച് ഇതുപോലത്തെ പ്രോബ്ലംസ് ചെയ്യുവാണ് എളുപ്പം. ശരിക്കും പറഞ്ഞാൽ എളുപ്പം അതാണ്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷെ ഇത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ അതൊന്ന് പറയാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. 90 ഡിഗ്രിയാണ് ഒരാംഗിൾ. അപ്പോൾ ഇതാണ് 90 ഡിഗ്രി. ഇതിലേതെങ്കിലും മറ്റ് രണ്ട് ആംഗിൾസിൽ ഏതെങ്കിലും ഒരു ആംഗിൾ ഞാൻ സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്തത്. അതിന് ഞാൻ നെയിം ചെയ്തു തീറ്റ എന്നാണ് നെയിം ചെയ്തത്. ഇനി സൈൻ തീറ്റ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ സൈഡ്സിന് ഞാൻ നെയിം ചെയ്യാണ്. ഇവിടെ ഇതിനു മുമ്പ് ചെയ്ത പോലെ തന്നെ ഹൈപ്പോട്ടിന്യൂസ് ഇത് ABC എന്ന് നെയിം ചെയ്തു. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണം. ഇപ്പം തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഇതാണല്ലോ ആംഗിൾ. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ല, എതിർവശം C ആണ് ഓപ്പോസിറ്റ് സൈഡ്. അപ്പം C ബൈ കർണം എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടിന്യൂസ് A. അപ്പോൾ സിയും എയും തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ റേഷ്യോ ആണ് സൈൻ തീറ്റ. എതിർവശവും കർണവും തമ്മിലുള്ള റേഷ്യോ ആണ് സൈൻ തീറ്റ. ഇനി കോസ് തീറ്റ എന്താണെന്ന് പറയാം. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ് സമീപവശം ബൈ കർണം. സമീപവശം എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ്, കർണം എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ ഈ ഒരു ആംഗിളിൻ്റെ തീറ്റ എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ B ആണ്, സൈഡ് അല്ലേ. അപ്പോൾ B/A ഈ റേഷ്യോ ആണ് കോസ് തീറ്റ. ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ സമീപവശം, അതാണ് ടാൻ തീറ്റ. അപ്പം എതിർവശം ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് C, അടുത്ത് ഉള്ളയാൾ B. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതാണ് ടാൻ തീറ്റ. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക.
ഇനി നമ്മുടെ കയ്യിലുള്ളത് ഒരു ചാർട്ടാണ്, അതായത് ആംഗിൾ. ഈ ആംഗിളിൻ്റെ വാല്യൂ 30 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രി വരുമ്പോൾ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ഒക്കെ ഒരു പ്രത്യേക വാല്യൂ കിട്ടും. ആ വാല്യൂ നമ്മൾ കാണാതെ പഠിച്ചാൽ എളുപ്പമുണ്ട്. ആ കാണാതെ പഠിക്കാനുള്ള ടെക്നിക്കും കൂടി ഇപ്പോൾ പറഞ്ഞുതരാം. ഞാനിവിടെ ഇങ്ങനെ ഒരു ടേബിൾ ഇപ്പോൾ വരച്ചിട്ടുണ്ട്. ഇവിടെ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. ഇനി ഇവിടെ തീറ്റയുടെ വാല്യൂസാണ് എഴുതുന്നത്. ഈ തീറ്റയുടെ വാല്യൂസ് എഴുതുന്നതിന് മുന്നേ ഞാൻ ഒരു ഓർഡറിൽ കുറച്ച് നമ്പർ പറയും. അത് കാണാതെ പഠിക്കണം. 0, 1/2, 1/√2, √3/2, 1. ഇത് ഇൻക്രീസിങ് ഓർഡറിലാണ് ഈ നമ്പർ പോയേക്കുന്നത്. 0, 1/2, 1/√2, √3/2, 1. ഇത് നമ്മൾ കാണാതെ പഠിക്കാൻ എളുപ്പമാണ്. ഒരു 5-6 പ്രാവശ്യം പറയുമ്പോൾ തന്നെ ഈ വാല്യൂസ് നമ്മൾ ഓർത്ത് വയ്ക്കും. 0, 1/2, 1/√2, √3/2, 1. ഇനി ഈ ഓർഡർ സൈൻ തീറ്റയുടെ വാല്യൂസ് പോകുന്ന ഓർഡറാണ്. ഇൻക്രീസിങ് ഓർഡർ ആണല്ലോ, അതേ ഓർഡറിൽ ഇവിടെ ആംഗിൾസ് എഴുതാം. ആദ്യം 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഈ ഓരോ ഡിഗ്രിയിലും സൈൻ തീറ്റയുടെ വാല്യൂ ആണിത്. സൈൻ 0, 0. സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1. ഇതാണ് ഈ ടേബിളിൻ്റെ മീനിങ്. അപ്പോൾ ഈ ടേബിൾ പഠിക്കാനുള്ള എളുപ്പവഴി ഇതാണ്. ഈ വാല്യൂസ്, ഈ 5 വാല്യൂസ് ഓർഡറിൽ പറഞ്ഞു പഠിക്കുക. 0, 1/2, 1/√2, √3/2, 1. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നേരെ തിരിച്ചിടാൻ പോവുക. ഇപ്പോൾ ഈ ആദ്യം ഇവിടെ 1 അല്ലേ ലാസ്റ്റ്, അതിവിടെ ആദ്യം കൊണ്ടെഴുതും. പിന്നെ പുറകിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുക. പുറകിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ √3/2 അത് ഇങ്ങോട്ട് എഴുതുക. പിന്നെ വരുന്നത് √3/2 കഴിഞ്ഞാൽ 1/√2 അത് ഇങ്ങോട്ട് എഴുതുക. 1/√2 അതായത് സൈൻ തീറ്റയുടെ വാല്യൂ പുറകോട്ട് പോകുന്നതാണ് കോസ് തീറ്റ. സൈൻ തീറ്റയുടെ വാല്യൂ ഇങ്ങനെ പുറകോട്ട് പോയി 1/√2 വരെ എത്തി. പിന്നെ അടുത്തത് 1/2 അത് ഇങ്ങോട്ട് എഴുതി. പിന്നെ 0. കണ്ടോ? അപ്പോൾ സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വാല്യൂസ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഈ ചാർട്ട് നന്നായി പഠിച്ചിട്ട് ആൻസർ ഷീറ്റിൽ അത് സൈഡിൽ ആദ്യം എഴുതി വെച്ചാലും ഒരു കുഴപ്പമില്ല. ഇനി ടാൻ തീറ്റ എന്ന് പഠിക്കാനും എളുപ്പമാണ്. 0, 1/√3 ഇത്രയും പഠിക്കാമല്ലോ. ആദ്യത്തെ 2 എൻട്രീസ് 0, 1/√3. ഇനി ഈ 1 ഇല്ലേ അത് ഞാൻ ഇങ്ങോട്ട് എഴുതി 1. ഇനി ഈ √3 ഇല്ലേ, ഈ √3 ഞാൻ ഇങ്ങോട്ട് എഴുതി √3. പിന്നെ ഈ ടാൻ 90 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്, ഡിഫൈൻഡ് അല്ല. ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ അത് പറയാൻ പറ്റത്തില്ല എന്താണെന്ന്, അതുകൊണ്ട് നോട്ട് ഡിഫൈൻഡ് ആണ് ആ വാല്യൂ. അപ്പോൾ 0, 1/√3. പിന്നെ ഈ 1 ഇങ്ങോട്ട് എഴുതി, പിന്നെ ഈ √3 ഇങ്ങോട്ട് എഴുതി. ഇത്രയേ ഉള്ളൂ. ഈ ടേബിൾ നന്നായി പഠിച്ചാൽ ഇതിന് ഏത് വാല്യൂ ചോദിച്ചാലും പെട്ടെന്ന് കിട്ടും. കോസ് 60 ഏതാന്ന് പറഞ്ഞാൽ കോസ് 60 1/2. ടാൻ 45 എന്ന് പറയുമ്പോൾ ടാൻ 45 1. കണ്ടോ? ഇങ്ങനെ നമുക്ക് ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചാൽ ഈ വാല്യൂസ് കൃത്യമായിട്ട് കിട്ടും. ഈ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ റേഷ്യോ വെച്ചുള്ള, അതായത് 60 ഡിഗ്രി, 30 ഡിഗ്രി, 90 ഡിഗ്രിയാണ് ആംഗിൾസ്. അപ്പോൾ സൈഡ്സ് എത്രയാണ് എന്നൊക്കെ ചോദിച്ചാൽ ഇത് വെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഈസി. മറ്റേ റേഷ്യോ അപ്ലൈ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ മെത്തേഡ് ഞാൻ പഠിപ്പിക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ ഈ ചാപ്റ്ററിൽ ഇറാഷണൽ നമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനാണ് കൂടുതൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇപ്പോൾ √2 + √3 എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ചിലപ്പോൾ തോന്നുന്നത് √2 + 3 ആണെന്ന്. അത് കറക്റ്റ് അല്ല. ഇത് രണ്ടും ഈക്വൽ അല്ല. അതായത് √2 + 3 എന്ന് പറഞ്ഞാൽ √5 ആണ്. അപ്പോൾ √2 + √3 എന്ന് പറഞ്ഞാൽ √5 അല്ല. അത് ഡിഫറെൻ്റ് ആയിട്ട് ഈ രണ്ട് വാല്യൂസും തമ്മിൽ ആഡ് ചെയ്തെടുത്താൽ മതി. പക്ഷേ √2 × √3 എന്ന് പറയുമ്പോൾ നമുക്ക് √2 × 3 എന്ന് എടുക്കാൻ പറ്റും. ഇതാണ് റൂള്. ആഡ് ചെയ്യുമ്പോൾ √2ൻ്റെ വാല്യൂം √3യുടെ വാല്യൂം തമ്മിൽ ആഡ് ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഇസ് സെയിം ആസ് √2 × 3. ദാറ്റ് മീൻസ് √6 എന്ന് പറയുന്നത് √2 × √3 തന്നെയാണ്, സെയിം ആണ്. അതുപോലെ √2/√3 എന്ന് പറഞ്ഞാൽ √2/3 ആണ്. ആ കേസിലൊക്കെ നമുക്കിത് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാം. പക്ഷേ അഡീഷനും സബ്ട്രാക്ഷനും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് എക്സർസൈസ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 49 എക്സർസൈസ് ആണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In the picture, the square on the hypotenuse of the topmost right triangle is drawn. Calculate the area and length of a side of the square. ചിത്രത്തിൽ ഏറ്റവും മുകളിലെ മട്ടത്രികോണത്തിന്റെ കർണം വശമാക്കി സമചതുരം വരച്ചിരിക്കുന്നു. സമചതുരത്തിന്റെ പരപ്പളവും ഒരു വശത്തിന്റെ നീളവും കണക്കാക്കുക. ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ ഇതാണ്.
ഇവിടെ നമുക്ക് ആദ്യം ഈ ചെറിയ ട്രയാങ്കിൾ, ഓരോരോ ട്രയാങ്കിൾ മാത്രം എടുത്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് ഈ ട്രയാങ്കിൾ മാത്രം നോക്കാം. ഇവിടെ 2 പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെങ്ത്തും ഉണ്ട്, 1 മീറ്റർ 1 മീറ്റർ. ഈ 2 സൈഡ്സും അറിയാം. അപ്പം ഹൈപ്പോട്ടന്യൂസ് എത്രയായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡ് അല്ലേ? അത് ഞാൻ കളർ ചെയ്ത് കാണിക്കാം. ഇവിടെ ഇപ്പോൾ കുറച്ച് ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു സൈഡ്, ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു, ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ. ഇതിന്റെ ഞാൻ ഇപ്പോൾ എ സ്ക്വയറിന് എടുക്കുകയാണ്. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം, അതായത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ? 1 സ്ക്വയർ, ഇവിടെ 1 ഇവിടെയും 1. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, 1 സ്ക്വയർ ഈസ് 1, 1 സ്ക്വയർ ഈസ് 1. അപ്പോൾ ഇത് 2 എന്ന് കിട്ടി. അപ്പോൾ എ സ്ക്വയർ ആണ് 2. അപ്പോൾ എ എത്രയായിരിക്കും? എ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2. അതായത് ഈ ഒരു സൈഡ് സ്ക്വയർ 2 മീറ്റർ ആണെന്ന് കിട്ടി. ഇനി ഈ ഒരു സൈഡ് 1 മീറ്റർ, ഈ ഒരു സൈഡ് സ്ക്വയർ 2 മീറ്റർ. ഇപ്പം ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ച സൈഡാണ് സ്ക്വയർ 2 മീറ്റർ. ഇനി നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ മാത്രം നോക്കാം. ഇവിടെ ഗ്രീൻ കളറിൽ, ലൈറ്റ് ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിളിൽ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് √2 മീറ്ററും 1 മീറ്ററും അല്ലേ? ഇതും തമ്മിലാണ് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എത്രയായിരിക്കും? ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്, അത് ഞാൻ വീണ്ടും എ എന്നാണ് എടുക്കുന്നത്. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു √2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ? ഇവിടെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് √2 ആണ്, ഇത് 1 ആണ്. അപ്പോൾ √2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. √2ന്റെ സ്ക്വയർ 2 തന്നെ, 1 സ്ക്വയർ 1. അപ്പോൾ 2 പ്ലസ് 1 3. എ സ്ക്വയർ ആണ് 3. അപ്പോൾ എ എത്രയായിരിക്കും? എ √3. അതായത് ഈ ഒരു സൈഡ് √3 മീറ്റർ ആണെന്ന് കിട്ടി. ഇതുപോലെ നമുക്ക് ഈ ഒരു ഹൈപ്പോട്ടന്യൂസ്. ഇനി നമുക്ക് ഈ ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് നോക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാൻ ലൈറ്റ് റോസ് കളറിൽ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിലെ പെർപെൻഡിക്കുലർ സൈഡ്സ് ഒന്ന് √3, മറ്റേത് 1 മീറ്ററും. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എത്രയായിരിക്കും? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു √3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3, 1ന്റെ സ്ക്വയർ 1. അപ്പോൾ 3 പ്ലസ് 1 4 അല്ലേ? അപ്പോൾ എ സ്ക്വയർ ആണ് 4. എ സ്ക്വയർ 4 എന്ന് പറയുമ്പം എ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 4, അതായത് 2 മീറ്റർ ആയിരിക്കും ഈ ഒരു സൈഡ്. ഈ ഒരു സൈഡ് 2 മീറ്റർ. ഇനി ഇവിടെ എത്തി അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഓരോന്നിൻ്റെയും ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ച് പോകുമായിരുന്നു. ഇനി ലാസ്റ്റ് ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇപ്പം ഞാനിങ്ങനെ വരച്ച റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് 2 മീറ്ററും 1 മീറ്ററും ആണെന്ന് അറിയാം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, 1 സ്ക്വയർ 1. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 4 പ്ലസ് 1 5 എന്ന് കിട്ടി. അപ്പോൾ എ എന്ന് പറയുന്നത് എത്രയാ? √5 മീറ്റർ. അപ്പോൾ ഈ സ്ക്വയറിന്റെ ഒരു സൈഡാണ് നമ്മളിപ്പോൾ എത്തിയത്. √5 മീറ്റർ ആണിത്. ഇത് സ്ക്വയർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ എല്ലാ സൈഡ്സും √5 മീറ്റർ വെച്ചായിരിക്കും. ഇനി ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് √5 ഇൻറ്റു √5 അല്ലേ? അല്ലെങ്കിൽ ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണല്ലോ. എ ഈസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. അപ്പോൾ ഇവിടെ സൈഡ് എന്ന് പറയുന്നത് √5, √5ന്റെ സ്ക്വയർ, അത്രയും മീറ്റർ സ്ക്വയർ ആയിരിക്കും ഏരിയ ഓഫ് ദിസ് സ്ക്വയർ. അപ്പോൾ √5 ദ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദിസ് സ്ക്വയർ. A square is drawn on the altitude of an equilateral triangle of side 2 meters. What is the area of the square? What is the altitude of the triangle? What are the lengths of the other 2 sides of the triangle shown below? വശങ്ങളുടെ നീളം 2 മീറ്റർ ആയ ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉന്നതി വശമാക്കി ഒരു സമചതുരം വരയ്ക്കുന്നു. സമചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആണ്? ത്രികോണത്തിന്റെ ഉന്നതി എത്ര മീറ്റർ ആണ്? ചുവടെ കാണിച്ചിരിക്കുന്ന ത്രികോണത്തിന്റെ മറ്റ് 2 വശങ്ങളുടെ നീളം എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ. ഇവിടെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡ് 2 മീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ 3 സൈഡ്സും 2 മീറ്റർ വെച്ചാണ്. ഇത് ഓൾട്ടിറ്റ്യൂഡാണ്, ഹൈറ്റ്. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ മീറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ബൈസെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഈ 2 സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇത് ടോട്ടൽ 2 മീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ 1 മീറ്റർ, ഇവിടെയും 1 മീറ്റർ. അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രം നോക്കാം അല്ലേ? ഇത് ഓൾട്ടിറ്റ്യൂഡാണ്, ഹൈറ്റ് ആണ്. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണുള്ളത്.
അതിൻ്റെ ഹൈപ്പോട്ടനസ് 2 മീറ്റർ, ഒരു പെർപെൻഡിക്കുലർ സൈഡ് 1 മീറ്റർ. ഇത് എ ആണെന്ന് വിചാരിച്ചു. ഈ ഒരു സൈഡിൻ്റെ ലെങ്ത് എ ആണെങ്കിൽ 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ. ഇത് എ ആണ്. എയുടെ സ്ക്വയറും 1ന്റെ സ്ക്വയറും കൂടി ആഡ് ചെയ്തപ്പോൾ 2ന്റെ സ്ക്വയർ കിട്ടണം. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 1 സ്ക്വയറിനെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്നാവും അല്ലേ. 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പോൾ 3 എന്ന് കിട്ടി. 4 മൈനസ് 1 3. എ എന്ന് പറയുന്നത് അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് 3. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3 ഇത്രയും √3 മീറ്റർ ആണ് ഈ എ എന്ന് പറയുന്ന സൈഡ് അല്ലേ. അപ്പോൾ ഈ സ്ക്വയറിന്റെ ഒരു സൈഡാണ് √3 മീറ്റർ. അപ്പം ഏരിയ എത്രയായിരിക്കും? ഏരിയ എന്ന് പറയുന്നത് എയുടെ സ്ക്വയർ ആയിരിക്കും. അതായത് √3 ഇൻറ്റു √3 സെയിം ആസ് 3 മീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ. അപ്പോൾ ഇവിടെ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് √3 മീറ്റർ ആണ്. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു ഫിഗറാണിത്. ഇവിടെ ഈ രണ്ട് സൈഡ്സിന്റെയും ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ വിചാരിക്കാം, 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ഇങ്ങനെയാണ് മെഷേഴ്സ് എന്നുണ്ടെങ്കിൽ, ആംഗിളിന്റെ മെഷേഴ്സ് എന്നുണ്ടെങ്കിൽ സൈഡ്സിന്റെ റേഷ്യോ 1:√3:2 എന്നായിരിക്കും. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആൾ 2 മീറ്റർ ആണെങ്കിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആൾ 2 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആൾ 1 മീറ്റർ ആയിരിക്കും. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1 മീറ്റർ, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആൾ √3, ഇവിടെ √3 മീറ്റർ. ഇങ്ങനെ എഴുതാം. ഇനി ഈ ഒരു റേഷ്യോ വെച്ച് ഇപ്പോൾ ഇവിടെ ഞാൻ ഇത് ക്വസ്റ്റ്യനിൽ 2 മീറ്റർ എന്ന് തന്നതുകൊണ്ട് കുറെ കൂടി ഈസിയായി ആൻസർ. പക്ഷെ ഇങ്ങനെയല്ല, കുറച്ച് വേറെ നമ്പേഴ്സൊക്കെ തരുമ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ കുട്ടികൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ സൈനിന്റെ ഇത് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ഞാൻ sin 60 എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ sin തീറ്റ എന്ന് വെച്ച് പഠിച്ചതിന് പകരം ഞാൻ sin 60 എന്ന് എടുത്തു. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇത് അല്ലേ. ഇതാണല്ലോ നമുക്കിപ്പോൾ വേണ്ടത്. ഞാൻ എ ബി എന്ന് നെയിം ചെയ്യാണ്. a/2 മീറ്റർ. ഈ എ എന്ന് പറയുന്നത് √3 ആണെന്ന് നമ്മളിപ്പോൾ ഈ റേഷ്യോ വെച്ചാണ് കണ്ടുപിടിച്ചത്. ഇത് ഓക്കെ, ഈ രീതിയിലും ചെയ്യാം ഈ രീതിയിലും ചെയ്യാം എന്ന് കാണിച്ചു തരാണ്. sin 60 ഈസ് ഈക്വൽ ടു എതിർവശം ബൈ കർണം. എതിർവശം എന്ന് പറയുന്നത് എ, കർണം എന്ന് പറയുന്നത് 2. ഇനി sin 60 എത്രയാണെന്നുള്ളത് നമ്മുടെ ആ ചാർട്ടിൽ നിന്ന് നമ്മൾ ഓർത്തെടുക്കണം. ആ ചാർട്ട് എഴുതുന്ന രീതി ഒന്നും കൂടി പറയാം. sin തീറ്റയുടെ വാല്യൂ 0, 1/2, 1/√2, √3/2, 1. അപ്പോൾ നോക്കിക്കേ, sin 60 എന്ന് പറഞ്ഞാൽ √3/2 അല്ലേ. അപ്പോൾ √3/2 ആണ് എന്ത്? a/2. √3/2 ആണ് a/2. അപ്പോൾ ഈ 2ഉം 2ഉം കട്ട് ചെയ്യാലോ. ഈക്വൽ ടു സിമ്പിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ്, ഡിനോമിനേറ്റേഴ്സിൽ കിടക്കാണ്. രണ്ടും കട്ട് ചെയ്തു. അപ്പോൾ a എന്ന് പറയുന്നത് എത്രയാണ്? √3 മീറ്റർ. കണ്ടോ, ഈ രീതിയിൽ സൈൻ കോസ് വാല്യൂസ് ഒക്കെ യൂസ് ചെയ്താലും നമുക്ക് ഇതേ ആൻസർ കിട്ടും, √3 മീറ്റർ എന്ന്. അതേപോലെ തന്നെ കോസ് 60 യൂസ് ചെയ്താൽ നമുക്കിത് 1 മീറ്റർ ആണെന്ന് കിട്ടും. ഞാൻ കോസ് 60 എഴുതുകയാണ്. സമീപവശം ബൈ കർണം. അപ്പോൾ കോസ് 60 എങ്ങനെയാ? നേരെ തിരിച്ചല്ലേ കോസിന്റെ വാല്യൂ വരുന്നത്. കോസ് തീറ്റ 1, √3/2, 1/√2, 1/2, 0. അപ്പോൾ ഈ 1/2 ആണ് കോസ് 60 വരുന്നത്. 1/2 ഈ വാല്യൂ ഇങ്ങോട്ട് എടുക്കുകയാണ്. 1/2 ഈസ് ഈക്വൽ ടു b/2. ദാറ്റ് മീൻസ് b ഈസ് ഈക്വൽ ടു 1. b ഈസ് ഈക്വൽ ടു 1 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ സൈൻ കോസ് തീറ്റ വാല്യൂസ് യൂസ് ചെയ്ത് നമുക്ക് ആൻസർ ചെയ്യാം. എന്തായാലും നമ്മൾ ഈ സൈൻ്റെയും കോസിന്റെയും വാല്യൂസ് എല്ലാം 10th സ്റ്റാൻഡേർഡിൽ പഠിക്കണം. ഇപ്പോഴേ പഠിച്ച ആ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പഠിച്ചാൽ നല്ലതാണ്. We have seen in class 8 that any odd number can be written as the difference of two perfect squares. Using this, draw squares of areas 7 and 11 square centimeters. ഏതൊറ്റ സംഖ്യയെയും രണ്ട് പൂർണ്ണവർഗ്ഗങ്ങളുടെ വ്യത്യാസമായി എഴുതാമെന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതുപയോഗിച്ച് 7 ചതുരശ്ര സെന്റിമീറ്റർ, 11 ചതുരശ്ര സെന്റിമീറ്റർ എന്നീ പരപ്പളവുകളുള്ള സമചതുരങ്ങൾ വരയ്ക്കുക. ഇവിടെ നമുക്ക് 7 സെന്റിമീറ്റർ സ്ക്വയർ, 11 സെന്റിമീറ്റർ സ്ക്വയർ ഇത്രയും ഏരിയ ഉള്ള ഓരോ സ്ക്വയേഴ്സ് ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഏരിയ 7 സെന്റിമീറ്റർ സ്ക്വയർ വരണം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് √7 സെന്റിമീറ്റർ അല്ലേ. അപ്പോഴല്ലേ √7 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 സെന്റിമീറ്റർ സ്ക്വയറിന് ഏരിയ വരുള്ളൂ. അതുകൊണ്ട് ഒരു സൈഡ് √7 വെച്ചാണ് വരയ്ക്കേണ്ടത്. അതുപോലെ 11 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടണമെങ്കിൽ √11 ആണ് ഒരു വശം വരേണ്ടത്. അപ്പോൾ √7ഉം √11ഉം എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ്. ആദ്യം നമുക്ക് 7 നോക്കാം. 7നെ നമുക്ക് വേറൊരു രീതിയിലും കൂടി റെപ്രസെന്റ് ചെയ്യാം. 7 + 1 എത്രയാണ്? 8.
7 + 1/2 എന്ന് പറഞ്ഞാൽ 8/2 4 അല്ലേ. അതുപോലെ 7 - 1 6. 7 - 1/2 6/2 3. ഇനി നോക്കണേ, 4² - 3² എന്ന് പറഞ്ഞാൽ 4 16 3 9. കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 എന്ന് വരത്തില്ലേ അല്ലേ. അതായത് 7 = 4² - 3². അങ്ങനെ എഴുതാലോ. എഴുതാം. അപ്പം 4 ഒരു സൈഡ്, 4 ഒരു സൈഡ്, ഇനി ഒരു സൈഡ് 3. ഇതിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് √7² ആണ് അല്ലേ. ഇവിടെ ഈ മൈനസ് ആയിട്ടുള്ളത് ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരട്ടെ. അപ്പം 4² = √7² + 3² എന്നാവുമല്ലോ അല്ലേ. ഇത് ഹൈപ്പോട്ടിന്യൂസ്, ഇത് പെർപെൻഡിക്കുലർ സൈഡ്സ്. അങ്ങനെ എടുക്കാലോ. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ 4 എന്നുള്ളത് ഹൈപ്പോട്ടിന്യൂസ്, ഇവിടെ വരുന്നത് ഒന്ന് √7ഉം ഒന്ന് 3ഉം ആയിരിക്കും. അപ്പോൾ 4 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ, ഒരു ആംഗിൾ 90 ഡിഗ്രി. ഈ രീതിയിൽ ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചു കഴിയുമ്പം കിട്ടുന്ന മറ്റേ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നത് √7 സെന്റിമീറ്റർ ആയിരിക്കും. ഈ ഒരു ലോജിക്ക് വെച്ചാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മൈനസ് ഉള്ളതിനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നതാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും 90 ഡിഗ്രി. 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് ആയിട്ടും 3 സെന്റിമീറ്റർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ആയിട്ടും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കാം. ആദ്യം നമുക്ക് ഒരു 3 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരയ്ക്കാം. കുട്ടികൾ എപ്പോഴും പെൻസിലേ യൂസ് ചെയ്യാവുള്ളൂ. ഞാനിവിടെ വീഡിയോയിൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് പെൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 സെന്റിമീറ്റർ ലെങ്ത് ഉള്ളൊരു ലൈൻ വരച്ചു. ഇനി ഇവിടുന്ന് 90 ഡിഗ്രി വരയ്ക്കണം. 90 ഡിഗ്രി മട്ടത്രികോണമാണല്ലോ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ നമ്മുടെ ഒരു 3 സെന്റിമീറ്റർ ആയി, ഇവിടെ 90 ഡിഗ്രിയും ആയി. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് ആണ് 4 സെന്റിമീറ്റർ. അപ്പോൾ അതിന് ഞാൻ സ്കെയിലെടുത്ത് 4 സെന്റിമീറ്റർ മെഷർ ചെയ്തെടുക്കുക. സ്കെയിൽ തിരിച്ചു വെച്ചാണ് ഞാൻ എപ്പോഴും മെഷർമെന്റ് എടുക്കാറ്. കാരണം മറ്റേ ശരിക്കുള്ള സൈഡിൽ വയ്ക്കുമ്പം മിക്കവാറും കോമ്പസ് ഒക്കെ തെന്നിപ്പോവും. അപ്പോൾ ഇവിടെ 4 സെന്റിമീറ്റർ എടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടി. ഇത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് 4 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഈ ഒരു സൈഡാണ് √7 സെന്റിമീറ്റർ. അപ്പോൾ ഈ ലെങ്ത് ആണ് √7. അത് കോമ്പസിലെടുക്കാം. കോമ്പസിലെടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഇനി ഈ ലൈൻ, ബേസ് ലൈൻ ഇല്ലേ, അതൊന്ന് നീട്ടി വരയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ √7 സെന്റിമീറ്റർ ആണ് എടുത്തത് കോമ്പസിൽ. അപ്പോൾ ഇനി ഇത് ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്യാം. സ്ക്വയർ ആണല്ലോ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരച്ചു, ഇവിടുന്നും ഇങ്ങോട്ട് വരച്ചു. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഇതെല്ലാം √7 വെച്ചായിരിക്കും ഓരോ സൈഡും വരിക. അപ്പോൾ നമുക്ക് 7 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ നമ്മളിപ്പോൾ വരച്ചു. ഇവിടെ ഓരോ സൈഡും √7 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഏരിയ. ഇതേ രീതിയിൽ തന്നെ നമുക്ക് √11 സെന്റിമീറ്ററും വരയ്ക്കാം. 11 + 1 എന്ന് പറഞ്ഞാൽ 12. 11 + 1/2 12/2 6. ഇനി 11 - 1/2, 11 - 1 10/2 5. അപ്പോൾ 11 എന്ന് പറയുന്നത് 6² - 5² ആയിരിക്കും. സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ, അങ്ങനെ കിട്ടും. അതായത് 6² = √11² + 5². അല്ലേ, ഇതിനെ √11² എന്നാക്കി. എന്നിട്ട് ഈ 5² ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അതായത് കർണം എന്ന് പറയുന്നത് 6ഉം പെർപെൻഡിക്കുലർ സൈഡ്സ് വരുന്നത് √11ഉം 5ഉം ആയിരിക്കും. ആ രീതിയിൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. ആദ്യം ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോൾ ബേസ് ആയിട്ട് ഏത് വരയ്ക്കണം എന്ന് സംശയം തോന്നുന്നുണ്ടോ? അതായത് ഇങ്ങനെയാണല്ലോ നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇവിടെ കർണം ഇത് 6, ഒരു ബേസ് 5. ഒരു ബേസ് ഉദ്ദേശിച്ചത് ഒരു പെർപെൻഡിക്കുലർ സൈഡ് 5, മറ്റേ സൈഡാണ് √11 വരിക. നമുക്കിപ്പോൾ മെഷർ ചെയ്ത് വരയ്ക്കാൻ പറ്റുന്നത് ആകെ 5ഉം 6ഉം മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഈ 90 ഡിഗ്രിയും കൂടി നമുക്ക് മെഷർ ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ബേസ് ലൈൻ വരയ്ക്കാം. ബേസ് ലൈൻ വരച്ചു. ഇനി ഇവിടുന്ന് ഒരു 90 ഡിഗ്രി എടുക്കണം.
അപ്പോൾ റഫ് ഫിഗർ എപ്പോഴും കുട്ടികൾ വരയ്ക്കുക, എന്നിട്ട് ആക്ച്വൽ ഫിഗർ വരയ്ക്കുക. അങ്ങനെ ആവുമ്പം തെറ്റാനുള്ള സാധ്യത വളരെ കുറയും. തെറ്റത്തില്ല എന്ന് പറയാം. അങ്ങനെ വിശ്വസിച്ച് വേണം എല്ലാ പ്രോബ്ലം ചെയ്യാൻ, കോൺഫിഡൻ്റ് ആയിട്ട്. ഇനി 6 സെൻറ്റിമീറ്റർ എടുക്കാം. 6 എടുത്തിട്ട് ഇവിടുന്ന് ആർക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 6 ആവുന്ന പോലെ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ഇനി ഇത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി. അപ്പോൾ ആക്ച്വലി ഇത് 6, ഇത് 5, എല്ലാം സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് √11 സെന്റിമീറ്റർ ആയിരിക്കും ഈ ഒരു ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് നമുക്ക് കോമ്പസിൽ മെഷർ ചെയ്തെടുക്കാം. കോമ്പസിൽ മെഷർ ചെയ്തെടുത്തിട്ട് ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കാം. എന്നിട്ട് ഈ ബേസ് ലൈൻ നീട്ടി വരയ്ക്കാം. അപ്പോൾ ഈ പോയിന്റ് കിട്ടിയല്ലോ. ഇനി ഈ പോയിന്റിൽ നിന്ന് മുകളിലോട്ടും ഈ ഒരു പോയിന്റിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടും ആർക്ക് വരച്ചു. അത് മീറ്റ് ചെയ്ത പോയിന്റ്. അത് മീറ്റ് ചെയ്ത പോയിന്റിൽ നിന്ന് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ക്വയർ കിട്ടി. ഇത് കണ്ടോ, ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 11 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. കാരണം രണ്ട് സൈഡ് എന്ന് പറയുന്നത് √11 സെന്റിമീറ്റർ ആണ്. സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. √11 സെന്റിമീറ്റർ വരുന്നത് പോലെയാണ് നമ്മൾ വരച്ചത്. അപ്പോൾ ഏരിയ 11 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. Explain 2 different methods of drawing a square of area 13 square centimeters. 13 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാനുള്ള 2 വ്യത്യസ്ത മാർഗങ്ങൾ വിശദീകരിക്കുക. നമുക്ക് വരയ്ക്കേണ്ടത് 13 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള ഒരു സ്ക്വയർ ആണ് അല്ലേ? ആക്ച്വലായിട്ട് വരയ്ക്കണമെന്നില്ല, എങ്ങനെ വരയ്ക്കാം എന്ന് പറഞ്ഞാൽ മതി. 2 രീതിയിൽ വരയ്ക്കണം അത്രേ. അപ്പോൾ നമുക്ക് ഒരു സൈഡ് എത്ര കിട്ടണം? √13 സെന്റിമീറ്റർ ഒരു സൈഡിൽ വരണം. എന്നാലേ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് √13 × √13 13 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ കിട്ടും? ഇത് √13 കിട്ടണമെങ്കിൽ 13 അല്ലേ, 13 + 1/2 എടുക്കുക. അപ്പം 14/2 7. ഇനി 13 - 1/2 എന്ന് പറയുമ്പോൾ 12/2 6. അതായത് ഇതിൽ നിന്ന് കിട്ടും 7² - 6² ആണ് 13. അതായത് √13² + 6² = 7². ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് 7, വൺ ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് 6, മറ്റേതാണെങ്കിൽ √13. ഇങ്ങനെ വരും. ഈ രീതിയിൽ നമുക്ക് √13 സെന്റിമീറ്റർ വരച്ചെടുക്കാം. ഇനി തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ √13 സെന്റിമീറ്റർ വരച്ചെടുക്കാം. ഇനി വേറൊരു രീതിയിൽ ചെയ്താലോ? അതായത് 13 എന്ന് പറഞ്ഞാൽ 9 + 4 അല്ലേ? 13 എന്ന് പറഞ്ഞാൽ 9 + 4 ആണ്. 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3², 4 എന്ന് പറഞ്ഞാൽ 2². കണ്ടോ, 13 ഈസ് 3² + 2². അതായത് √13² = 3² + 2². അതായത് നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പം ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് √13 ആണ്. ഈ 2 പെർപെൻഡിക്കുലർ സൈഡ്സും 3 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും ആയിട്ട് വരയ്ക്കുക. പെർപെൻഡിക്കുലർ സൈഡ്സ് 3 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ആയിട്ട് വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് √13 ആയിരിക്കും. ഈ 2 മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് √13 സെന്റിമീറ്റർ വരച്ചെടുക്കാം. എന്നിട്ട് പിന്നെ അത് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇനി ഇതെങ്ങനെ വരയ്ക്കും? 3 സെന്റിമീറ്റർ ആദ്യം വരച്ചു, പിന്നെ 90 ഡിഗ്രി വരച്ചു. ആ 90 ഡിഗ്രിയിൽ 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക, എന്നിട്ട് ആ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുക. അങ്ങനെ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതെങ്ങനെ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ മാത്രം മതി ഈ ക്വസ്റ്റ്യനിൽ. Find 3 fractions larger than √2 and less than √3. √2 വലുതും √3 ചെറുതുമായ 3 ഭിന്ന സംഖ്യകൾ കണ്ടുപിടിക്കുക. ഈ എക്സർസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് √2 വലുതും √3 ചെറുതും ആയിട്ടുള്ള ഫ്രാക്ഷണൽ നമ്പർ വേണം. √2 എന്ന് പറഞ്ഞാൽ 1.414 അല്ലേ? √3 എന്ന് പറഞ്ഞാൽ 1.732. അപ്പോൾ ഇതിനെ ഞാൻ
ഫ്രാക്ഷൻ ആക്കി എഴുതണം. അപ്പോൾ 1.4നും 1.7നും ഇടയിൽ അങ്ങനെ എടുക്കാമല്ലോ. അപ്രോക്സിമേറ്റ്ലി 1.4നും 1.7നും ഇടയിലുള്ള നമ്പേഴ്സാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സിനെ ഞാനിപ്പം 1.5, 1.6, 1.7 ഇത്ര എടുക്കാമല്ലോ. 1.5 എന്തായാലും √2-നെക്കാട്ടിലും മുകളിലാണ്, √3-നെക്കാട്ടിലും ചെറുതാണ്. കാരണം ഇത് 1.7 വരെ പോവാം. 1.7 പോലും √3-നെക്കാട്ടിലും ചെറുതാണ്. കാരണം 1.732 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു നമ്പറാണ് √3. അതുകൊണ്ട് 1.7 വരെ എടുക്കാം. ഇനി 1.5 എന്നുള്ളതിനെ നമുക്ക് 0.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 അല്ലേ? ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 0.5 എന്ന് കിട്ടും. 1 ഡിവൈഡഡ് ബൈ 2, 0, 10, 5, 10 കണ്ടോ? അപ്പോൾ 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ ഇത് 1 and 1/2 എന്ന് എഴുതാം. ഇനി 0.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 and 3/5 എന്ന് എഴുതി കൂടെ അല്ലേ? 3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി, 0, ഇവിടെ 0 ഇട്ടു, പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ 0 ഇടാം. അപ്പോൾ 6 times 30 കണ്ടോ? അപ്പോൾ 1 and 3/5. ഇനി 0.7നെ എങ്ങനെ എഴുതാം? 0.7നെ 7/10 എന്ന് എഴുതി കൂടെ അല്ലേ? 0.7 is same as 7/10. അതുകൊണ്ട് ഇതിനെല്ലാം മിക്സഡ് ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതി. ഇനി മിക്സഡ് ഫ്രാക്ഷൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 1 into 2, 1 into 2, 2, 2 plus 1, 3, 3/2, 5 into 1, 5, 5 plus 3, 8, 8/5, 10 into 1, 10, 10 plus 7, 17, 17/10. ഈ രീതിയിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ടും എഴുതാം, അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടും എഴുതാം. എനിവേസ് 1.5, 1.6, 1.7 അതിന് ഈക്വലന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എടുത്താൽ മതി. The hypotenuse of a right triangle is 1.5 meters and another side is half meter. Calculate its perimeter correct to a centimeter. ഒരു മട്ടത്രികോണത്തിന്റെ കർണം 1.5 മീറ്ററും മറ്റൊരു വശം 1/2 മീറ്ററുമാണ്. അതിന്റെ ചുറ്റളവ് സെന്റിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ ഇതാണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് 1.5 മീറ്റർ, പെർപെൻഡിക്കുലർ സൈഡിൽ ഒരെണ്ണം 1/2 മീറ്റർ. ഈ സൈഡ് എത്രയാണെന്ന് അറിയില്ല. ഈ സൈഡും കൂടി അറിഞ്ഞാലേ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഈ സൈഡ് എക്സ് ആണെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് 1.5 ആണ്. അപ്പോൾ 1.5 ദ ഹോൾ സ്ക്വയർ. നമ്മൾ പൈത്തഗോറസ് സിദ്ധാന്തമാണ് യൂസ് ചെയ്യുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1.5 ദ ഹോൾ സ്ക്വയർ മൈനസ് ഈ ഹാഫ് സ്ക്വയറിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ പ്ലസ് എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പം ഈക്വൽ ടു സിമ്പിളിന്റെ നെക്സ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ മൈനസ് ആവും. അങ്ങനെ ഹാഫ് സ്ക്വയറിന് ഇവിടെ വന്നു. ഇനി 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, 1.5 ക്ലോക്ക് പോകുന്ന പോലെ പോവാം. 2 into 1, 2, 2 plus 1, 3, 3/2 ആണ് 1.5. അപ്പോൾ 3/2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1.5 അങ്ങനെ തന്നെ കിടക്കട്ടെ, ഹാഫ് ദ ഹോൾ സ്ക്വയർ. ഇനി 3/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3² 2², 9/4 മൈനസ് 1/4 അല്ലേ? അതായത് 8/4 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എക്സ് എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 2. അപ്പോൾ ഇത് സ്ക്വയർ റൂട്ട് ഓഫ് 2 മീറ്റർ ആണ് ഈ ഒരു സൈഡ്. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാമല്ലോ. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ കറക്റ്റ് ടു എ സെന്റിമീറ്റർ. സെന്റിമീറ്റർ കറക്റ്റ് ആക്കി വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ 1.5 എന്ന് പറയുന്നത് 1.5 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് 150 സെന്റിമീറ്റർ അല്ലേ? കാരണം എന്താണ്, 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പോൾ 1.5 മീറ്റർ എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു 1.5, 2 0, 2 റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം ഡെസിമൽ പോയിന്റ്. 2 പ്ലേസസ് ഷിഫ്റ്റ് ടു ദ റൈറ്റ്. അപ്പോൾ അത് 150 എന്ന് വരും. ഇവിടെ ഒന്നും എലമെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, സംഖ്യയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ 0 കൊടുത്തു. അങ്ങനെ 150 ആണെന്ന് കിട്ടി. ഹാഫ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 സെന്റിമീറ്റർ ആണ് അല്ലേ? 100ന്റെ പകുതി 50 സെന്റിമീറ്റർ. അത് രണ്ടും കിട്ടിയല്ലോ. അപ്പോൾ 150 പ്ലസ് 50 പ്ലസ് √2നെ ഇനി മാറ്റണം. √2 എന്ന് പറഞ്ഞാൽ 1.414 ആണ്. അത് ഇൻറ്റു 100 അല്ലേ? അപ്പം 150 പ്ലസ് 50 അത് 200 എന്ന് എടുക്കാം. പ്ലസ് 1.414 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 2 പോയിന്റ്സ്. അപ്പോൾ 141.4 എന്ന് വരും അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര 0 ഉണ്ടോ അത്രയും
ഡിജിറ്റ്സ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം ഡെസിമൽ പോയിന്റ്. അപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 341.4. ഇത്രയും സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ. അതായത് വേറെ രീതിയിൽ പറയാം, 3 meter and 41.4 സെന്റിമീറ്റർ, ഇങ്ങനെയും പറയാം. The picture shows an equilateral triangle cut into halves by a line through a vertex. What is the perimeter of a part? How much less than the perimeter of the whole triangle is this? ഒരു സമഭുജ ത്രികോണത്തിനെ ഒരു മൂലയിലൂടെ മുറിച്ച് 2 സമഭാഗങ്ങളാക്കിയതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവയിൽ ഒന്നിന്റെ ചുറ്റളവ് എത്ര മീറ്ററാണ്? മുഴുവൻ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കുറഞ്ഞു? ഓൾമോസ്റ്റ് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തായിരുന്നു. ഇത് 2 മീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഇത്. ഈ ബേസ് ലൈനിന്റെ ഹൈറ്റ് ആണ് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന്. അപ്പോൾ ഇത് 1 മീറ്റർ വെച്ചായിരിക്കും. അപ്പോൾ ഈ സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ഒരു ഹൈറ്റ്. ഓക്കെ, ഈ ഒരു ഹൈറ്റ് എത്രയായിരിക്കും? ഈ റെഡ് കളേർഡിൽ നമ്മളിപ്പം ഹൈലൈറ്റ് ചെയ്ത ട്രയാങ്കിൾ മാത്രം നോക്കുക. ഇത് 1 ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. ഇത് എക്സ് ആണെന്ന് വിചാരിച്ചോ, ലെങ്ത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ 4 മൈനസ് 1 സ്ക്വയർ 1. അപ്പോൾ 3 എന്ന് വരും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് √3 മീറ്റർ ആണ് എക്സിന്റെ വാല്യൂ. √3 മീറ്റർ ആണെന്ന് കിട്ടി. ഇനി പെരിമീറ്റർ എത്രയാണ്? ചെറിയ ട്രയാങ്കിളിന്റെ, സ്മോൾ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? പെരിമീറ്റർ എന്ന് പറയുന്നത് 2 + 1 3 പ്ലസ് ഇതും കൂടി √3. ഇത്രയും മീറ്റർ ആയിരിക്കും എന്ത്? ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എല്ലാ സൈഡ്സും കൂടി ആഡ് ചെയ്യണം അല്ലേ? 2 + 2 + 2 6 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എത്രയായിരിക്കും? 6 - 3 + √3. ഇത്രയായിരിക്കും ഇവരുടെ ഡിഫറൻസ്. അപ്പോൾ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം 6 - 3 മൈനസ് ഇങ്ങോട്ട് കൊടുത്തു, മൈനസ് ഇങ്ങോട്ടും കൊടുക്കണം. അപ്പം -√3. ഇതായിരിക്കും അവരുടെ ഡിഫറൻസ്. 6 - 3 ചെയ്യാം. അത് എത്രയാ? 3 -√3. ഇതായിരിക്കും ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെരിമീറ്റർ ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ ആൻഡ് ദ ബിഗർ ട്രയാങ്കിൾ. വലിയ ട്രയാങ്കിളിന്റെയും ചെറിയ ട്രയാങ്കിളിന്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഓക്കെ, ചെറിയ ട്രയാങ്കിളിന്റെ ചുറ്റളവാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ത്രികോണത്തിന്റെ ചുറ്റളവ് കണക്കാക്കുക. തന്നിരിക്കുന്ന ഫിഗർ റഫായിട്ട് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് 2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 105 ആണ്. ഇത് 30 ഡിഗ്രിയാണ്. ഞാനിവിടെ ഈ വെർട്ടെക്സിൽ നിന്ന് ഈ സൈഡിലോട്ടൊരു പെർപെൻഡിക്കുലർ ലൈൻ, ഇവിടെ 90 ഡിഗ്രി വരുന്ന പോലെ, ഇവിടെ 90 ഡിഗ്രി വരുന്ന പോലെ ഒരു ലൈൻ റഫായിട്ട് വരച്ചു. ഇത് 90 ഡിഗ്രിയാണ്, ഇത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 + 30 120. 180 - 120 60 ഡിഗ്രി അല്ലേ? ഇത് 60 ഡിഗ്രിയാണെന്ന് കിട്ടി. ഇനി അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 105 ആണ് ടോട്ടൽ ആംഗിൾ. അതിൽ നിന്ന് 60 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 45 എന്ന് കിട്ടും. ഈ ആംഗിൾ 45 ഡിഗ്രിയാണെന്ന് കിട്ടി. ഇത് 90 ഡിഗ്രിയാണ്. ഇത് 45 ആണ്, ഇത് 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ്? 45 ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നോക്കേണ്ടത് ഇത് 2 മീറ്റർ ആണെന്ന് പറഞ്ഞു. ആകെപ്പാട് ഈ ഒരു ലെങ്ത് തന്നിട്ടുള്ളൂ. ഈ ട്രയാങ്കിളിന്റെ ടോട്ടൽ പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ എല്ലാ സൈഡും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഞാൻ ഈ ചെറിയ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ കാണുന്നില്ലേ, അതിനെ ഞാനൊന്ന് മാറ്റി വരയ്ക്കാൻ പോവാണ്. ഇങ്ങനെ വരച്ചു. ഇനി ഇത് എന്താണ്? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 2 മീറ്റർ ആണെന്നറിയാം. ഇനി ഒരാംഗിൾ 30, മറ്റേ ആംഗിൾ 60 ഡിഗ്രി. ഇത്ര അറിയാലോ. ഇനി ഇതിന് ഞാൻ എക്സ്, ഇതിന് വൈ എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി സൈനും കോസും വെച്ചാൽ ഞാനിവിടെ ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത്. റേഷ്യോ വെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ റേഷ്യോ ഇത് 2 ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് മാറി വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സൈൻ എന്നുള്ള കൺസെപ്റ്റ് എടുക്കുകയാണ്. സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നയാൾ എക്സ് ബൈ കർണം ഹൈപ്പോട്ടിന്യൂസ് 2 അല്ലേ?
അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഈ 2നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴാണ് ഈ ഡിനോമിനേറ്ററിലുള്ള ആൾ അല്ലെങ്കിൽ ഹരണമായിട്ട് കിടക്കുന്ന 2 ഇങ്ങോട്ട് വരുമ്പം മൾട്ടിപ്ലൈഡ് ബൈ എന്നാവും. 2 ഇൻറ്റു സൈൻ 30 ഡിഗ്രി. ഇനി സൈൻ 30 എത്രയാണെന്ന് നോക്കണം ആ ടേബിളിൽ. ഇതാണ് നമ്മുടെ ആ ടേബിള്. ഈ ടേബിളിൽ നിന്ന് സൈൻ 30 എത്രയാണ്? സൈൻ 30 എന്ന് പറയുന്നത് 1/2. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1/2. 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. സോ ദിസ് ഇസ് 1 മീറ്റർ. ഏതാണ് എക്സ്? എക്സ് എന്ന് പറയുന്നത് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നയാൾ. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നയാൾ 1 മീറ്റർ ആണെന്ന് കിട്ടി. ഇത് ആക്ച്വലി നമുക്കിപ്പോൾ ആവശ്യമില്ലായിരുന്നു അല്ലേ? ഇത് അവിടെ കിടക്കട്ടെ. ഇനി വേണ്ടത് ഈ ഒരു സൈഡല്ലേ? ഈ സൈഡ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡാണ്. 30 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ കോസ് 30 അല്ലെങ്കിൽ വേണ്ട 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡല്ലേ? അങ്ങനെ എടുക്കാമല്ലോ. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്കിനി ആവശ്യം. വൈയുടെ വാല്യൂ ഇത് 1 മീറ്റർ ആണെന്ന് കിട്ടി. വൈയുടെ വാല്യൂ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് കിടക്കുന്നത്. അപ്പോൾ സൈൻ 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പോൾ വൈ എന്ന് പറയുന്നത് 2 ഇൻറ്റു സൈൻ 60 ആയിരിക്കും. ഇനി സൈൻ 60 എത്രയാണ്? √3/2. അതായത് 2 ഇൻറ്റു √3/2 ആണ് വൈയുടെ വാല്യൂ. 2ഉം 2ഉം കട്ടായി പോകുമ്പോൾ വൈ എന്ന് പറയുന്നത് √3 മീറ്റർ ആണെന്ന് കിട്ടും. വൈ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇവിടം വരെ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് ഇപ്പം √3 മീറ്റർ ആണെന്ന് കിട്ടിയത്. ഇത്ര ഓക്കെ ആയല്ലോ. ഇനി ഇത് 1 മീറ്റർ ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി ഇത് എന്താണ്? 45 ഡിഗ്രിയാണ്. ഇതും 45 ഡിഗ്രിയാണ്. ഇനി ഈ ഒരു മറ്റേ ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാം. ഇങ്ങനെ 90 ഡിഗ്രി, ഇത് രണ്ടും 45 ഡിഗ്രി വെച്ച്, പിന്നെ ഒരു 45 ഡിഗ്രിക്ക്, അതായത് പെർപെൻഡിക്കുലർ സൈഡ്സിൽ ഒരെണ്ണമാണ് 1 മീറ്റർ. ഇത് 1 മീറ്റർ ആണ്. ഇത് എത്രയാണെന്ന് നമുക്കറിയില്ല. ഓക്കെ, ഇതും നമുക്കറിയില്ല. ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ലേ? ഇത് 1 മീറ്റർ ആണെന്ന് മാത്രമേ നമുക്ക് പറയുള്ളൂ. ഈ ലെങ്ത് നമുക്കറിയത്തില്ല, ഈ ലെങ്ത് നമുക്കറിയത്തില്ല. ഈ സൈൻ 45 വെച്ച് തന്നെ ഇത് കണ്ടുപിടിക്കാം. സൈൻ 45 എന്ന് പറയുന്നത് എക്സ്, ഇത് വൈ എന്ന് വിചാരിച്ചു. എക്സ് വൈ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവണ്ട. ഇപ്പൊ ഈ ഒരു ഫിഗറിൽ മാത്രം ഞാൻ എക്സ് വൈ എടുത്തു. ഓക്കെ, അപ്പം സൈൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ ഇപ്പോൾ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ എക്സ് ബൈ ഹൈപ്പോട്ടനസ് വൈ. അത് പറ്റുമോ? ഇല്ല. ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ ടാൻ എന്നുള്ള കൺസെപ്റ്റ് എടുക്കുക. ടാൻ, കാരണം ഇവിടെ ഒരു 1 ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡാണ് നമുക്ക് അറിയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടാൻ എന്നുള്ള കൺസെപ്റ്റ് എടുത്തു. അല്ലെങ്കിൽ കോസ് എടുത്താലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ടാൻ എടുത്തു. ടാൻ എടുക്കുകയാണെങ്കിൽ ടാൻ തീറ്റയുടെ വാല്യൂ 0, 1/√3, 1 √3 നോട്ട് ഡിഫൈൻഡ്, ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പം ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ടാൻ 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു എതിർവശം ബൈ സമീപവശം x/1. അതായത് എക്സിന്റെ വാല്യൂ ആണ് ടാൻ 45, 1 മീറ്റർ. എക്സ് എന്ന് പറയുന്നത് 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നയാൾ. ആക്ച്വലി ഇവിടെ രണ്ടും 45 ഡിഗ്രി അല്ലേ? ഇവിടെ രണ്ടും 45 ഡിഗ്രി അല്ലേ? അപ്പോൾ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ രണ്ടും എത്ര വരും? 1 മീറ്റർ ആയിട്ട് വരും. ഇത് രണ്ടും 1 മീറ്റർ ആണ്. അങ്ങനെ നമുക്ക് ഈ ഒരു ലെങ്ത് 1 മീറ്റർ ആണെന്ന് കിട്ടി, ഈ ലെങ്ത് 1 മീറ്റർ ആണെന്ന് കിട്ടി. ഇനി ഈ സൈഡല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇതെന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് അല്ലേ? നമുക്ക് ഏത് വേണേലും എടുക്കാം. നമുക്കിപ്പോൾ സൈൻ എടുക്കാം. സൈൻ 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ 45 എടുത്തേ, എതിർവശം 1 മീറ്റർ ആണല്ലോ. 1 മീറ്റർ ബൈ ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് ഇപ്പം നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിന് എ എന്ന് നെയിം ചെയ്തു. ഓക്കെ, എ. അപ്പോൾ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഇപ്പോൾ എ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. എ അങ്ങോട്ട് കൊണ്ടുപോയി, ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇത് എ ഇൻറ്റു, എന്നാൽ ആദ്യം അങ്ങനെ എഴുതാം, എ ഇൻറ്റു സൈൻ 45 എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അങ്ങനെ എഴുതാമല്ലോ. എനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയപ്പം ഡിനോമിനേറ്ററിലുള്ള ആൾ ന്യൂമറേറ്ററിലോട്ട് പോയി. അപ്പോൾ എ ഇൻറ്റു സൈൻ 45 ഈസ് ഈക്വൽ ടു 1 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ എ എന്താണ്? എ എന്ന് പറഞ്ഞാൽ 1/sin 45 ആണ് അല്ലേ? 1/, ഇവിടുത്തെ ഈ സൈൻ 45നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പം ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ എന്നുള്ളത് ഡിവൈഡഡ് ബൈ എന്നായി. ഇനി സൈൻ 45 എത്രയാണെന്ന് നോക്കിയേ. സൈൻ 45 1/√2. അപ്പോൾ 1/1/√2 എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ √2 ആണ്. √2 മീറ്റർ ആണ് എ. ഇത് √2 മീറ്റർ ആണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ എന്ന് പറയുന്നത് എത്ര വരും? √3. ആദ്യം ഇതെടുക്കാം. √3 + 1 + √2 + 2. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്യാം. 1 + 2 3 + √3 + √2. ഇത്രയും മീറ്റർ ആണ് ഇതിന്റെ പെരിമീറ്റർ. ഒന്നുകിൽ നമുക്ക് ആൻസർ ഇങ്ങനെ വെച്ച് നിർത്താം,
അല്ലാന്നുണ്ടെങ്കിൽ √3യുടെ √2ന്റെ വാല്യൂസ് കൊടുക്കുക. √3 എന്ന് പറഞ്ഞാൽ 1.732, √2 എന്ന് പറഞ്ഞാൽ 1.414. ഇതിന്റെ കൂടെ എത്ര കൂടി ആഡ് ചെയ്യണം? 3യും കൂടി ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. 4 2 6, 4 7 4 11, ബാക്കി 1 3 3 6. അപ്പോൾ 6.146 അത്രയും മീറ്റർ ആണ് ഈ വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. We have seen how we can draw a series of right triangles as in the picture. What are the lengths of the sides of the 10th triangle drawn like this? How much more is the perimeter of the 10th triangle than the perimeter of the 9th triangle? How do we write in algebra the difference in perimeter of the nth triangle and that of the triangle just before it? ഇങ്ങനെ വരയ്ക്കുന്ന 10ാമത്തെ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? 10ാമത്തെ ത്രികോണത്തിന് 9ാമത്തെ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കൂടുതലാണ്? ഇത് ബീജഗണിത ഭാഷയിൽ വ്യത്യാസം കാണുക. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ. ഇവിടെ ഇത് 1 മീറ്റർ 1 മീറ്റർ, ഇവിടെ എല്ലാം 1 മീറ്റർ ആണെന്നറിയാം. ഈ സൈഡ് എത്രയായിരിക്കും? ഇതേ ക്വസ്റ്റ്യൻ ഏകദേശം ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇനോവ് ചെയ്തതാണ്. ഇവിടെ എത്രയായിരിക്കും വരിക? അതായത് ഇത് ഹൈപ്പോട്ടനസ്, ഇത് എക്സ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വരും. അതായത് എക്സ് 1 പ്ലസ് 1 2. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് √2, ഇത് √2 ആണ്. ഇനി √2 ഇത് 1, അപ്പോൾ ഇത് √3 ആണ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തില്ലേ? √3 1, അപ്പോൾ ഇത് √4 ആണ്. √4 1, അപ്പോൾ ഇത് √5 ആണ്. എങ്ങനെ ഈ √5 വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് y ആണെന്ന് വിചാരിച്ചോ. y സ്ക്വയർ ഈസ് ഈക്വൽ ടു √4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. √4 ദ ഹോൾ സ്ക്വയർ ഈസ് 4 പ്ലസ് 1 5. അങ്ങനെയാണ് y ഈസ് ഈക്വൽ ടു √5 വന്നത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതല്ല, അതുകൊണ്ടാണ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞത്. അപ്പോൾ ഇത് √5 ആണ് കിട്ടി. ഇതുപോലെ 10ാമത്തെ ട്രയാങ്കിൾ, ഇതിപ്പോൾ 1ാമത്തെ ട്രയാങ്കിളിൽ ഇവിടെ വന്നത് 1ാമത്തെ ട്രയാങ്കിൾ കഴിഞ്ഞ് 2ാമത്തെ ട്രയാങ്കിൾ എത്തിയപ്പോഴത്തേക്കും അതിന്റെ ഈ ഒരു സൈഡ് √2 ആയി. 3ാമത്തെ ട്രയാങ്കിൾ എത്തിയപ്പോൾ ഈ ഒരു സൈഡ് √3, ഇവിടെ എത്തിയപ്പോൾ √4, ഇവിടെ എത്തിയപ്പോൾ √5. അപ്പോൾ 10th ട്രയാങ്കിളിൽ ഈ ഒരു സൈഡ് എത്രയായിരിക്കും? അതായത് 10th ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ്, ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെത് √2, സെക്കൻഡ് ട്രയാങ്കിളിൻ്റെത് √3, തേർഡ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് √4, ഫോർത്ത് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് √5. അല്ലെ, ആ പറയുന്നതിന് തന്നെ മനസ്സിലായില്ലേ? 10th ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് √11 മീറ്റർ ആയിരിക്കും. ഹൈപ്പോട്ടിന്യൂസ് √11 ആണ്. അപ്പോൾ ബാക്കി സൈഡ്സ് എത്രയായിരിക്കും? ഒരു സൈഡ് എന്തായാലും 1 മീറ്റർ ആണല്ലോ, 1 മീറ്റർ. മറ്റേ സൈഡ് √10 മീറ്റർ ആയിരിക്കും അല്ലേ? അപ്പം സൈഡ്സ് കിട്ടിയല്ലോ. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? പെരിമീറ്റർ. പെരിമീറ്റർ ഓഫ് ദി 10th ട്രയാങ്കിൾ എന്ന് പറയുന്നത് √11 പ്ലസ് √10 പ്ലസ് 1 ആയിരിക്കും. ഇത് 10th-ൻ്റെത്. അപ്പം 9th-ൻ്റെത് എത്രയായിരിക്കും? 9th ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഫസ്റ്റ് ട്രയാങ്കിളിലെ ഹൈപ്പോട്ടിനസ് √2, സെക്കൻഡിലേത് √3, തേർഡിലേത് √4. അപ്പം 9th-ൻ്റെ ഹൈപ്പോട്ടിനസ് √10 ആയിരിക്കും. തൊട്ടിപ്പുറത്തുള്ള സൈഡ് √9 ആയിരിക്കും. പിന്നെ 1 മീറ്റർ സൈഡും ഉണ്ട്. അപ്പോൾ ഇതാണ് 9th-ൻ്റെ പെരിമീറ്റർ. ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 1ഉം 1ഉം കട്ട് ചെയ്തു പോവും അല്ലേ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1ഉം 1ഉം കട്ട് ചെയ്തു പോവും, √10ഉം കട്ട് ചെയ്തു പോവും. ഡിഫറൻസ് എന്ന് പറയുന്നത് √11 മൈനസ് √9 ആയിരിക്കും. ആണല്ലോ, ഇതായിരിക്കും ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെരിമീറ്റേഴ്സ് ഓഫ് ദ 10th ട്രയാങ്കിൾ ആൻഡ് 9th ട്രയാങ്കിൾ. ഇനി √9 എന്ന് പറഞ്ഞാൽ 3 ആണല്ലോ, √11 മൈനസ് 3 മീറ്റർ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ എപ്പോഴും 3 മീറ്റർ എന്ന് അവിടെ പോയി എഴുതാതെ ബ്രാക്കറ്റ് ഇട്ട് എഴുതാൻ പഠിക്കണം. എന്നാലേ √11 മൈനസ് 3 ആസ് എ ഹോൾ ഇങ്ങനെ എടുക്കണമെന്ന് ഉള്ള അർത്ഥം വരുള്ളൂ. ഇനി ഇവിടെ സബ്ട്രാക്ഷൻ ഒന്നും കൂടി പറയാം. 1 മൈനസ് 1 കട്ടായിപ്പോയി, √10 മൈനസ് √10ഉം കട്ടായിപ്പോയി. ഇവിടെ സബ്ട്രാക്ഷൻ ആണ്, അപ്പോൾ √11 മൈനസ് √9 എന്ന് വന്നു. അപ്പോൾ ഇതാണ് പെരിമീറ്ററിന്റെ ഡിഫറൻസ്. ഇനി ഇതുപോലെ n ട്രയാങ്കിൾസ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റിന്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ് പറയുന്നത്. ഹൈപ്പോട്ടിന്യൂസ് √2, സെക്കൻഡിൻ്റെത് √3, തേർഡിൻ്റെത് √4. അപ്പം 10th ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ nth ട്രയാങ്കിളിൻ്റെത് എന്തായിരിക്കും? n+1ന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. ഹൈപ്പോട്ടിന്യൂസ് n+1ന്റെ സ്ക്വയർ റൂട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെത് എന്ന് പറയുമ്പോൾ 1+1 2. ഇത് സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് √3. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുമ്പോൾ കണ്ടോ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 + 1 3. ഇനി തേർഡ് ട്രയാങ്കിളിന്റെ എന്ന് പറയുമ്പോൾ 3 + 1 4. ഫോർത്ത് ട്രയാങ്കിളിന്റെ 4 + 1 5. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ nth ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിനസ് n+1ന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. ഇനി പെർപെൻഡിക്കുലർ സൈഡ്സോ? പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് n-ഉം അതുപോലെ 1ഉം ആയിരിക്കും.
അല്ലേ? ഇപ്പൊ സെക്കൻഡിന്റെ കണ്ടോ, പെർപെൻഡിക്കുലർ സൈഡ്സ് √2ഉം 1ഉം, തേർഡിൻ്റെത് √3ഉം 1ഉം, ഫോർത്തിൻ്റെത് √4ഉം 1ഉം ആണ് പെർപെൻഡിക്കുലർ സൈഡ്സ് അല്ലേ? ഇത് മനസ്സിലായോ? പെർപെൻഡിക്കുലർ സൈഡ്സ് √10ഉം 1ഉം ആയിരിക്കും. ഹൈപ്പോട്ടനസ് √n+1ഉം n+1ഉം ആയിരിക്കും. ഇതാണ് nth ട്രയാങ്കിളിന് വരുന്നത്. ഇനി തൊട്ട് മുമ്പത്തെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് √n അല്ലേ? √n ആയിരിക്കും. പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത് √n-1ഉം 1ഉം ആയിരിക്കും പെർപെൻഡിക്കുലർ സൈഡ്സ്. ഇനി ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ nth ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ √n+1 പ്ലസ് √n+1. n-1th ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ √n പ്ലസ് √n-1 പ്ലസ് 1. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് nth ട്രയാങ്കിളിന്റെ പെരിമീറ്റർ, ഇത് n-1th ട്രയാങ്കിളിന്റെ പെരിമീറ്റർ, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതും കട്ടായി പോകും. √n കട്ടായി പോകും. പിന്നെ ബാക്കിയുള്ളത് √n+1 മൈനസ് √n-1. ഇതാണ് nth ട്രയാങ്കിളിന്റെ പെരിമീറ്ററും n-1th ട്രയാങ്കിളിന്റെ പെരിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. അതായത് 10th ട്രയാങ്കിളിന്റെ പെരിമീറ്റർ, അത് 9th ട്രയാങ്കിളിന്റെ പെരിമീറ്റർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് √11 മൈനസ് √9 വന്നില്ലേ? ഇത് കണ്ടോ, എന്നിന്റെ പ്ലേസിലോട്ട് 10 കൊടുത്തേ, എന്നിന്റെ പ്ലേസിലോട്ട് 10 കൊടുത്താൽ 10+1 കണ്ടോ, √11 മൈനസ് 10-1 √9 എന്ന് വന്നത് ഈ ഒരു ആൾജിബ്ര യൂസ് ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. What is the hypotenuse of the right triangle with perpendicular sides √2 cm and √3 cm? How much larger than the hypotenuse is the sum of the perpendicular sides? ലംബവശങ്ങൾ √3 സെന്റിമീറ്ററും √2 സെന്റിമീറ്ററുമായ മട്ടത്രികോണത്തിന്റെ കർണം എത്രയാണ്? ലംബവശങ്ങളുടെ തുക കർണത്തേക്കാൾ എത്ര കൂടുതലാണ്? ഇതാണ് ഈ എക്സർസൈസിലെ ലാസ്റ്റ് പ്രോബ്ലം. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ. അതായത് പെർപെൻഡിക്കുലർ സൈഡ്സ് √3ഉം √2ഉം ആണ്. ഹൈപ്പോട്ടനസ് എത്രയെന്ന് പറഞ്ഞിട്ടില്ല. ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. എന്നിട്ട് പെരിമീറ്ററും പിന്നെ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാം. ഹൈപ്പോട്ടനസ് x ആണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ x² ഈസ് ഈക്വൽ ടു √3² പ്ലസ് √2². √3² ഈസ് 3 പ്ലസ് √2² ഈസ് 2. സോ ദിസ് ഇസ് 5. സോ x is equal to √5 എന്ന് കിട്ടി. ഇനി അപ്പോൾ ഇത് എത്രയാണ്? ഇതെല്ലാം സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. സെന്റിമീറ്റർ. അപ്പോൾ ഇത് √5 സെന്റിമീറ്റർ. ഇനി പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? പെരിമീറ്റർ എന്ന് പറയുന്നത് എല്ലാ സൈഡും കൂടി ആഡ് ചെയ്യണം. √5 പ്ലസ് √3 പ്ലസ് √2. ഇതിൽ √5ന്റെ വാല്യൂ 2.32 എന്ന് കൊടുക്കാം. 2.23 എന്ന് കൊടുക്കാം. 2.23 ആണ് √5ന്റെ വാല്യൂ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √3 1.732, √2 1.414. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണമെങ്കിൽ സം എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നിർത്താം. ഇത്രയും സെന്റിമീറ്റർ ആണ് ഇതിന്റെ പെരിമീറ്റർ. ഇനി ചോദിച്ചിരിക്കുന്നത് സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്. പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സം എന്ന് പറയുന്നത് എത്ര വരും? √3 പ്ലസ് √2 വരും അല്ലേ? പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സം എന്ന് പറയുന്നത് √3 പ്ലസ് √2. ഇനി പറയുന്നത് കർണം, അതായത് ഹൈപ്പോട്ടന്യൂസും ഈ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പം √5ൽ നിന്ന് √3 പ്ലസ് √2 സബ്ട്രാക്ട് ചെയ്യണം. ഒന്നുകിൽ നമുക്കിത് √5 മൈനസ് √3 മൈനസ് √2 ഇത്രയും സെന്റിമീറ്ററിന് എഴുതി നിർത്താം. നോക്കിയേ, ഈ മൈനസ് ആണ് ഇങ്ങോട്ട് എടുത്തത്. അപ്പം മൈനസ് √3 മൈനസ് √2 എന്ന് വരും. അങ്ങനെയാണ് √5 മൈനസ് √3 മൈനസ് √2 സെന്റിമീറ്റർ ആണ് ഹൈപ്പോട്ടന്യൂസും അതുപോലെ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ്. അല്ലെങ്കിൽ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ എടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് 0.91 സെന്റിമീറ്റർ ആണ് ഡിഫറൻസ് എന്ന് കിട്ടും. Of 4 equilateral triangles, 2 cut vertically into halves and 2 holes are put together to make a rectangle. If a side of the equilateral triangle is 1 meter, what is the area and perimeter of the rectangle? ഇതാണ് ക്വസ്റ്റ്യൻ. ഒരേ വലുപ്പമുള്ള 4 സമഭുജ ത്രികോണങ്ങളിൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണ് ഈ 4 എണ്ണം കാണിച്ചിരിക്കുന്നത്. 2 എണ്ണം നടുകെ മുറിച്ചതും 2 എണ്ണം മുഴുവനായി ചേർത്ത് വെച്ചും ഒരു ചതുരമുണ്ടാക്കി. ഇത് കണ്ടോ, ഈ പാർട്ട് ഇങ്ങോട്ട് പോയി, ഇത് ഇങ്ങോട്ട് പോയി. ഈ 2 ചെറിയ ഭാഗങ്ങൾ തിരിച്ചും മറിച്ചും വെച്ചേക്കുക ഇവിടെ. അതുപോലെ ഈ 2 ഭാഗങ്ങൾ ഇങ്ങോട്ടും വെച്ചിരിക്കുന്നു.
അങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇനി സമഭുജ ത്രികോണങ്ങളുടെ എല്ലാം വശങ്ങളുടെ നീളം 1 മീറ്റർ ആണെങ്കിൽ ഈ വശങ്ങൾ എല്ലാ വശവും 1 മീറ്റർ വെച്ചാണ്, 1 മീറ്റർ ആണെങ്കിൽ ചതുരത്തിന്റെ ചുറ്റളവും പരപ്പളവും എത്രയാണ്? ഈ ചതുരത്തിന്റെ ചുറ്റളവും പരപ്പളവുമാണ് കാണേണ്ടത്. അപ്പോൾ ഇതെല്ലാം 1 മീറ്റർ വെച്ചാണ്, 1 മീറ്റർ 1 മീറ്റർ. അങ്ങനെ ആകുമ്പോൾ ഈ സൈഡ് 1 മീറ്റർ ആണ്, ഈ സൈഡും 1 മീറ്റർ ആണ്. പക്ഷേ ഈ ഒരു ലെങ്ത് എത്രയാണെന്ന് നമുക്കറിയില്ല അല്ലേ? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ഇത് കണ്ടുപിടിക്കണം. ഇതിന്റെ ഡബിൾ ആണ് ഈ ലെങ്ത്. ഇത് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് അല്ലേ? ഈ ഭാഗമാണ് ഇങ്ങോട്ട് വരുന്നത് ആണല്ലോ. അപ്പൊ ഇതിന്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത് 1 മീറ്റർ ആണ്, ഇത് ടോട്ടൽ 1 മീറ്റർ, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/2 ആണ് ഇവിടെ. അപ്പോൾ ഈ സൈഡ് കണ്ടുപിടിക്കണം. നമുക്ക് പൈത്തഗോറസ് സിദ്ധാന്തം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാണ് ആൻസർ. 1 സ്ക്വയർ, അതായത് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/2 സ്ക്വയർ പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസിന് ഞാൻ എക്സ് എന്നാണ് നെയിം ചെയ്യുന്നത്, എക്സ്, ഈ ഒരു ലെങ്ത് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താവും? 1 സ്ക്വയർ മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ ഈസ് 1/4. അതായത് ഇത് 4 × 1 4, 4 മൈനസ് 1 3, 3/4 എന്ന് വരും. അപ്പോൾ എക്സ് എത്ര വരും? എക്സ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 3/4 എന്ന് പറഞ്ഞാൽ √3/2. സ്ക്വയർ റൂട്ട് ഓഫ് 4 2 ആണ്, അങ്ങനെയാണ് √3/2 എന്ന് വന്നത്. അപ്പോൾ ഈ ഒരു ലെങ്ത് √3/2 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടും ഈ ഒരു ഡിസ്റ്റൻസും എത്രയാണ്? √3/2. കാരണം ഈ എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത് എത്രയാണ് കിട്ടിയത്? √3/2 ആണെന്നാണ് കിട്ടിയത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ചതുരത്തിന്റെ, ഈ റെക്റ്റാങ്കിളിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് അല്ലേ? ഇവിടെ 1 മീറ്റർ, ഇവിടെ 1 മീറ്റർ, അപ്പോൾ 2 മീറ്റർ പ്ലസ് ഇവിടെ √3/2 √3/2 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ √3 എന്ന് കിട്ടും. അപ്പോൾ √3 പ്ലസ് ഈ സൈഡോ, ഈ സൈഡും ഒരുപോലെ √3 എന്ന് വരും, √3. അപ്പോൾ 2 പ്രാവശ്യം √3 ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയത്തില്ലേ എക്സ് പ്ലസ് എക്സ് 2x ആണെന്ന്, എന്ന് പറയുന്ന പോലെ √3 പ്ലസ് √3 2√3 ആണ്. അതിൻ്റെ കൂടെ ഈ 2ഉം കൂടി ആഡ് ചെയ്യുന്നു. ഇതാണ്, ഇത്രയും മീറ്റർ ആണ് പെരിമീറ്റർ. ഇനി ഏരിയ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഏരിയ എന്ന് പറയുമ്പം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ എന്ന് പറയുന്നത് √3 × 1, അതായത് √3 മീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. A square and an equilateral triangle of sides twice as long as are cut and the pieces are rearranged to form a trapezium as shown below. If a side of the square is 2 centimeters, what are the perimeter and area of the trapezium? ഒരു സമചതുരവും അതിന്റെ വശങ്ങളുടെ 2 മടങ്ങ് നീളമുള്ള വശങ്ങളോട് കൂടിയ ഒരു സമഭുജ ത്രികോണവും ചുവടെ കാണുന്നത് പോലെ മുറിച്ച് മാറ്റിയടുക്കി ഒരു ലംബകം ഉണ്ടാക്കുന്നു. ട്രപ്പീസിയം ഉണ്ടാക്കിയിട്ടുണ്ട്. സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം 2 സെന്റിമീറ്റർ. ഇതെല്ലാം 2 സെന്റിമീറ്റർ വെച്ചാണ്. 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. ഓക്കെ, അപ്പം ഇതിന്റെ 2 ടൈംസ് ആണ് ഇതിന്റെ സൈഡ് അല്ലെ? അപ്പൊ ഇത് 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ, ഇതെല്ലാം 4 സെന്റിമീറ്റർ. ഇതിന്റെ ഹാഫ് ആണിത്. അപ്പോൾ ഇത് 2 സെന്റിമീറ്റർ, ഇവിടെയും 2 സെന്റിമീറ്റർ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? ആണെങ്കിൽ ലംബകത്തിന്റെ ചുറ്റളവും പരപ്പളവും എത്രയാണ്? ഈ ലംബകത്തിന്റെ ചുറ്റളവും പരപ്പളവ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ സ്ക്വയറിന്റെ ഏരിയയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഈ ലംബകത്തിന്റെ പരപ്പളവ് ഏരിയ കിട്ടും. കാരണം എന്താണ്? കാരണം ഇതെല്ലാം കട്ട് ചെയ്താണ് ഇങ്ങോട്ട് വയ്ക്കുന്നത്. ഈ പോർഷൻ കട്ട് ചെയ്താണ് ഇങ്ങോട്ട് തിരിച്ചും മറിച്ചും വെച്ചതേ ഉള്ളൂ. അങ്ങനെ കിട്ടിയതാണ്. അതുകൊണ്ട് ഏരിയ എന്ന് പറയുന്നത് ചേഞ്ച് വരുന്നില്ല. ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? 2 ആണ് സൈഡ് അല്ലേ? അപ്പൊ സ്ക്വയറിന്റെ ഏരിയ 2 × 2 സ്ക്വയർ പ്ലസ് ഈ ട്രയാങ്കിൾ, ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. 1 സൈഡ് 4 ആയിട്ട്. അപ്പൊ √3/4 a സ്ക്വയർ ആണ് എന്ത്? ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ √3/4 a സ്ക്വയർ. ഇവിടെ a എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇവിടെ 4 സ്ക്വയർ എന്ന് കൊടുത്തു. ഇനി ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു 4, ന്യൂമറേറ്ററിൽ 2 4, അപ്പോൾ കട്ടായിപ്പോയി. ഇനി 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് ഇവിടെ 4√3. ഇത്രയും എന്താണ്? സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ഇവിടെ 4 കോമൺ ആണല്ലോ, അപ്പോൾ ഞാൻ 4 പുറത്തോട്ട് എടുക്കുന്നു. 1 പ്ലസ് √3, അത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. അപ്പോൾ നമുക്ക് ഏരിയ ഈസി ആയിട്ട് കിട്ടി. ജസ്റ്റ് ഇതിന്റെ ഏരിയയും കൂടി ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പെരിമീറ്റർ അഥവാ
ചുറ്റളവാണ്. ചുറ്റളവിൽ ഈ ഒരു സൈഡ് എത്രയാണ്? ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡല്ലേ, അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഈ ഒരു സൈഡും 2 സെൻറ്റിമീറ്റർ ആണ്. അത് രണ്ടും കുഴപ്പമില്ല. ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ ലെങ്ത് എത്രയാണെന്നുള്ളതാണ് അല്ലേ. ഈ സൈഡ് എന്ന് പറയുന്നത് ഇവിടെ സ്ക്വയറിൻ്റെ ഈ ഒരു സൈഡ് അതെത്രയായിരിക്കും? നമുക്കിങ്ങനെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കാം. ഇത് 2, ഇത് 2. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എത്രയായിരിക്കും? ഇത് x ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഹൈപ്പോട്ടിനസ് ആണ് എക്സ്. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അല്ലേ. 2 സ്ക്വയർ 4, 4 പ്ലസ് 4 8 എന്ന് വരും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 8 എന്ന് വരും. സ്ക്വയർ റൂട്ട് ഓഫ് 8 ആണ് എക്സ്. 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × 2 അല്ലേ 8. 8 എന്ന് പറഞ്ഞാൽ 4 × 2 ആണ്. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 4 × സ്ക്വയർ റൂട്ട് ഓഫ് 2 ആണ് അല്ല. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. 4ഉം 2ഉം ആയതുകൊണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് 4 × സ്ക്വയർ റൂട്ട് ഓഫ് 2. മൾട്ടിപ്ലിക്കേഷൻ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. പ്ലസും മൈനസും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്തേ ഉള്ളൂ. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2, പിന്നെ റൂട്ടും അങ്ങനെ തന്നെ. അപ്പോൾ 2 √2 ആണ് ഈ ഒരു സൈഡ് വരിക. ഈ ഒരു സൈഡ് ഈ ഡയഗണൽ പോർഷൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 √2 ആണ്. അപ്പോൾ ഇവിടെ 2 √2 എന്ന് വരും. ഈ സൈഡും അതുപോലെ തന്നെ എത്ര വരും? 2 √2 എന്ന് വരും. ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ലെങ്ത് ആണ്. ഈ ലെങ്ത് തന്നെയായിരിക്കും ഇവിടെ താഴെയും വരുന്നത്. ഈ ലെങ്ത് എവിടെ നിന്നാണ് വന്നത്? ഈ ട്രയാങ്കിളിൻ്റെ ഈ ഹൈറ്റ് അല്ലേ. ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കിട്ടണം. അതും നമുക്ക് ഇങ്ങനെ പൈത്തഗോറസ് സിദ്ധാന്തം അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഹൈപ്പോട്ടിനസ് ആണ് 4, പിന്നെ ഈ സൈഡ് 2. ഇത് നമുക്കറിയില്ല. ഇതിന് ഞാൻ y എന്ന് നെയിം ചെയ്തു. അപ്പോൾ 4 സ്ക്വയർ ഹൈപ്പോട്ടിനസിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു y സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് വരും. അപ്പോൾ y സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. ഈ പ്ലസ് 2 സ്ക്വയറിനെയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 മൈനസ് 2 സ്ക്വയർ ഈസ് 4. അപ്പം 12 എന്ന് വന്നു. അപ്പോൾ y എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 12. ഇനി 12 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 12 എന്ന് പറഞ്ഞാൽ 4 × 3. അപ്പോൾ ദിസ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 4 × സ്ക്വയർ റൂട്ട് ഓഫ് 3. സ്ക്വയർ റൂട്ട് ഓഫ് 4 ഈസ് 2. അപ്പോൾ ഇത് 2 √3 ആണ്. എന്ത്? y എന്ന് പറയുന്നത് എന്താ? ഈ ഒരു ലെങ്ത് ഹൈറ്റ്. ഇതാണ് എത്ര കിട്ടിയത്? 2 √3 എന്ന് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഈ ലെങ്ത് 2 √3, ഇവിടെയും 2 √3. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ഈ ഡിസ്റ്റൻസുകളെല്ലാം കൂടി കൂട്ടിയാൽ മതി. അതായത് ഇവിടെ ഓരോന്നോരോന്ന് എടുക്കാം. 2 √2 ഇതെടുത്തു, പിന്നെ 2 √3, പിന്നെ 2 √2, പിന്നെ ഈ 2, പിന്നെ 2 √3 2 പ്രാവശ്യം വരുന്നുണ്ടല്ലേ. അപ്പോൾ ഒന്നും കൂടി എഴുതാം. 2 √3 പ്ലസ് 2. ഇപ്പോൾ എല്ലാ സൈഡും എടുത്തില്ല. 1 2 3 4 5 6. 1 2 3 4 5 6 എല്ലാ സൈഡുകളും എടുത്തു. ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 2 √2 2 √2 എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. 2 × 2 4 √3 എന്നായി. ഇപ്പോൾ 2x പ്ലസ് 2x 4x ആവില്ലേ. അതുപോലെ തന്നെ 2 √2 പ്ലസ് 2 √2 എന്ന് പറഞ്ഞാൽ 4 √2. ഇനി 2 √3 പ്ലസ് 2 √3 എത്രയായി? 4 √3. ഇനി പ്ലസ് 2 പ്ലസ് 2 ഇപ്പോൾ എത്രയായി? 4. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് 4 × 4 എല്ലാത്തിലും കോമൺ ആണല്ലോ. ആണ് √2 പ്ലസ് √3 പ്ലസ് 1. ഇത്രയും സെൻറ്റിമീറ്റർ ആയിരിക്കും പെരിമീറ്റർ ഓഫ് ദിസ് trapezium. Calculate the perimeter and area of the triangle in the picture. ചിത്രത്തിലെ ത്രികോണത്തിന്റെ ചുറ്റളവും പരപ്പളവും കണക്കാക്കുക. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ. ഇനി ഞാനിവിടെ ഈ സൈഡിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇങ്ങനെ ഈ വെർട്ടെക്സിൽ നിന്ന് ഈ സൈഡിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഇത് 90 ഡിഗ്രിയാണ്. ഇത് 90, ഇത് 60. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇനി 75 മൈനസ് 30 45 ഡിഗ്രി ആയിരിക്കും ഈ ഒരു ആംഗിൾ, 45 ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ എളുപ്പത്തിൽ കിട്ടി. ഇനി ഈ സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇത് എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കാണുന്നില്ലേ ഇവിടെ ഇപ്പോൾ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ എന്താണ്? ഹൈപ്പോട്ടിനസ് ആണ്. ഇതിനെ ഞാനിങ്ങനെ, കാരണം ഇത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഞാൻ ആ ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മാത്രം ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. ഇതാണ് 90 ഡിഗ്രി. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 4 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ 60 ഡിഗ്രി ഉണ്ട്,
ഇവിടെ ഒരു 30 ഡിഗ്രിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡുകൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഞാൻ കോസ് 60 എടുക്കുകയാണ്. കോസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എയും ബിയും ആണെന്ന് വിചാരിച്ചു. കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപവശം ബൈ കർണം. സമീപവശം എന്ന് പറയുമ്പോൾ 60 ഡിഗ്രിയുടെ തൊട്ടടുത്തുള്ള അഡ്ജസൻറ്റ് സൈഡ് ബി ആണ്. ബി ബൈ ഹൈപ്പോട്ടന്യൂസ് 4. അപ്പോൾ ബി എന്ന് പറയുന്നത് ഈ 4നെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ന്യൂമറേറ്റർ, ഇവിടെ ഡിവൈഡഡ് ബൈ എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പം മൾട്ടിപ്ലൈഡ് ബൈ ഈക്വൽ ടു സിമിലർ നെക്സ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകും ഈ 4നെ. അപ്പോൾ 4 ഇൻറ്റു കോസ് 60 ഡിഗ്രി. ഇനി കോസ് 60 എത്രയാണെന്നുള്ളത് നമ്മുടെ ആ ചാർട്ട് നമ്മളൊന്ന് എഴുതി നോക്കി കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ആ ചാർട്ട്, നമ്മൾ ആദ്യം പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് കോസ് 60 കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ 1/2 കൊടുക്കാം. അപ്പോൾ 4 ഇൻറ്റു 1/2. ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് 2. അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ ആണ് ബിയുടെ വാല്യൂ എന്ന് കിട്ടി. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രിയുടെ അടുത്ത് കിടക്കുന്നയാൾ. 60 ഡിഗ്രിയുടെ അടുത്ത് കിടക്കുന്ന ഈ ഒരു സൈഡ് ഇതാണ് ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടിയത്. ഇനി 60 ഡിഗ്രിയുടെ ദൂരെയുള്ള ആളെ കിട്ടണ്ടേ, ഈ ഒരു ഡിസ്റ്റൻസ്. അത് ഞാൻ സൈൻ 60 എടുക്കുകയാണ്. സൈൻ 60 എന്ന് പറയുമ്പം സൈൻ 60 ഈ ആംഗിൾ ഇതിൻ്റെ ദൂരെയുള്ള ആൾ, അതായത് എതിർവശം ബൈ കർണം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എ ബൈ 4 എന്ന് വരും. അപ്പോൾ എ എന്ന് പറയുന്നത് 4 സൈൻ 60 ഡിഗ്രിയാണ്. സൈൻ 60 എത്രയാണ്? സൈൻ 60 എന്ന് പറയുന്നത് √3/2. അപ്പോൾ ഇവിടെ ഞാൻ 4 ഇൻറ്റു √3/2 എന്ന് പറഞ്ഞു. ഇത് കട്ട് ചെയ്ത് 2. അപ്പോൾ ഇത് 2√3 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇത് 2√3 ആണെന്നും കിട്ടി. ഈ ഒരു ഡിസ്റ്റൻസ്. ഇനിയും കിട്ടേണ്ടത് ഈ സൈഡുമാണ്. ഇത് 45 ഡിഗ്രി, ഇത് 90 ഡിഗ്രി അല്ലേ? ആണെങ്കിൽ ഇത് എത്രയാണ്? 45 ഡിഗ്രി. ഇനി ഒരു ട്രയാങ്കിളിൽ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ സൈഡും ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ സൈഡും ഈക്വൽ ആയിരിക്കും. ഇത് 2√3 ആണെങ്കിൽ ഇതും 2√3 ആയിരിക്കുമല്ലോ. ആയിരിക്കും. ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ഡിസ്റ്റൻസും കൂടി കിട്ടിയാൽ പെരിമീറ്റർ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ പെരിമീറ്റർ കിട്ടണമെങ്കിൽ ഈ സൈഡ് വേണം. നമുക്ക് ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാം. രണ്ട് ആംഗിൾസ് 45 ഡിഗ്രി. അത് 45 ഡിഗ്രി ഇല്ലെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ല. ഈ രണ്ട് സൈഡ്സും പെർപെൻഡിക്കുലർ സൈഡ്സ് രണ്ടും 2√3 ആണ്. ഈ സൈഡ് ഞാൻ എക്സ് ആണെന്ന് വിചാരിച്ചു. എക്സ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2√3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2√3 ദ ഹോൾ സ്ക്വയർ. ഇത് രണ്ടും 2√3 ആണല്ലോ. അതുകൊണ്ട് 2√3 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ആണ് അല്ലേ? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3. അതാണ് 4 ഇൻറ്റു 3 ആണ് 2√3 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അത് തന്നെയല്ലേ ഇങ്ങോട്ടും വരുന്നത്. അതായത് ഇത് 2 പ്രാവശ്യം വരുന്നു 2√3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് ഇൻറ്റു 2. ഓക്കെ. അതായത് 4 ഇൻറ്റു 6 ആണ് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് എത്രയായിരിക്കും? എക്സ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു 6. ഓക്കെ. 4 ഇൻറ്റു 6ന്റെ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ഇത് 2√6 ആണ് എക്സ് എന്ന് കിട്ടി. ഈ സൈഡ് 2√6. ഇപ്പം നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് മൊത്തം കിട്ടിയല്ലോ. ഇത് 2√3. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 2√3, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് 2. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് 4 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്റ്റൻസ് 2√6. ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനിയും പെരിമീറ്റർ കണ്ടുപിടിക്കാമല്ലോ. ഈ വാല്യൂസ് എല്ലാം കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് എടുത്ത് കൂട്ടാം. 2√3 ആദ്യം എടുക്കാം. 2√3 പ്ലസ് 2, ഈ 2 എടുത്തു. പിന്നെ ഈ 4 പ്ലസ് 4 പ്ലസ് ഇത് 2√6. ഇവിടെ 2 പ്ലസ് 4 നമുക്ക് ഓൾ നമ്പേഴ്സ് ആണ്, ഡയറക്റ്റ് ആഡ് ചെയ്യാം. 2 4 6 പ്ലസ് ഇവിടെ 2√3 ഉണ്ട്, ഇവിടെ 2√6 ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെന്താണ്? ഇവിടെ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടറാണ് 2. 2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി ഇവിടെ 3, ഇവിടെ √3 പ്ലസ് √6. ഇത്രയും സെൻറ്റിമീറ്റർ. ഇതാണ് പെരിമീറ്റർ ഓഫ് ദിസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ്. ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡും ഈ സൈഡിലോട്ടുള്ള ഹൈറ്റും നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? ഈ ഒരു സൈഡ് എത്രയാണ്? ഈ ഒരു സൈഡും ആ സൈഡിലോട്ടുള്ള ഹൈറ്റും. ഈ ഹൈറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് 2√3 ആണെന്ന് കണ്ടുപിടിച്ചായിരുന്നു. ഇത് 2√3. ഈ ഡിസ്റ്റൻസോ? ഈ ഡിസ്റ്റൻസ് 2 പ്ലസ് 2√3 ആണ്. 2ഉം ഒരെണ്ണം 2√3. അപ്പോൾ ഏരിയ എന്ന് പറയുന്നതോ ½ BH ആണ് ഏരിയ.
അല്ലേ? അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 2 + 2√3. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് 2√3. അപ്പോൾ ഇവിടെ ഇത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് അല്ലേ? ഇതാ ഇവിടെയും 2 ഉണ്ട്, അത് കട്ട് ചെയ്യുക. അപ്പോൾ ഇത് √3, ഇവിടെ പുറത്തിന് √3 മാത്രമേ ഉള്ളൂ. 2 + 2√3. ഇവിടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ ടേംസിനും 2 കോമൺ ആണ്, അത് പുറത്തെടുക്കാം. 2√3 ഇൻറ്റു ഇവിടുന്ന് 2 പോയാൽ പിന്നെ ഇവിടെ 1, പിന്നെ ഇവിടുന്ന് 2 പോയാൽ ഇവിടെ √3. അപ്പോൾ ഇതാണ് ആൻസർ. ഇത്രയും cm² ആയിരിക്കും ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഇതിൽ ഇനി ചെറിയൊരു മോഡിഫിക്കേഷൻ കൂടി വരുത്താൻ പറ്റും. അതായത് ഈ 2√3 ഈ √3നെ ഞാൻ ഉള്ളിലോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. 2√3 ഇൻറ്റു 1 2√3, 2√3 ഇൻറ്റു √3, 2√3 ഇൻറ്റു √3. കണ്ടോ, √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ആണ് അല്ലേ? √3 ഇൻറ്റു √3 3 ആണ്. അപ്പോൾ ഇത് 2√3 പ്ലസ് 2 ഇൻറ്റു 3, അതായത് 6. 2 ഇൻറ്റു 3 6 പ്ലസ് 2√3. ഇങ്ങനെയും ആൻസർ എഴുതാം. cm². ഇങ്ങനെയും ആൻസർ എഴുതാം. From the pairs of numbers given below, pick out those whose product is a natural number or a fraction. ഈ സംഖ്യാ ജോഡികളിൽ ഗുണനഫലം എണ്ണൽ സംഖ്യയോ ഭിന്നസംഖ്യയോ ആയവ കണ്ടുപിടിക്കുക. √3യും √12ഉമാണ് രണ്ട് നമ്പേഴ്സ് അല്ലേ? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. √3 ഇൻറ്റു √12 എന്ന് പറയുമ്പം √3 ഇൻറ്റു 12 എന്ന് എടുക്കാം. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി 3 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ √36 അല്ലേ? √36 ഈസ് 6. സോ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ ഹോൾ നമ്പർ. അതുകൊണ്ട് ഇതിൻ്റെ പ്രോഡക്റ്റ് ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് തന്നെ അവസാനിക്കും. രണ്ടാമത് തന്നിരിക്കുന്നത് √3യും √1.2വുമാണ്. ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ √3 ഇൻറ്റു 1.2 ഇങ്ങനെ എടുക്കാമല്ലോ. അപ്പം 3 ഇൻറ്റു 12 എത്രയാ? 36. അതിൽ ഒരു ഡെസിമൽ പോയിന്റ്. അപ്പം ഇങ്ങനെ വന്നു √3.6. ഇതിനെ നമുക്കിനി ഒന്നും എന്താ പറയുക, ഒരു നാച്ചുറൽ നമ്പറോ ഹോൾ നമ്പറോ ഒന്നും ആക്കാൻ പറ്റത്തില്ല, ഫ്രാക്ഷൻ ആയിട്ടും റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദിസ് കനോട്ട് ബി റെപ്രസെന്റഡ് ആസ് എ നാച്ചുറൽ നമ്പർ ഓർ എ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ് നിർത്താം. മൂന്നാമത് തന്നിരിക്കുന്ന പെയർ എന്ന് പറയുന്നത് √5ഉം √8ഉമാണ്. അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പം √5 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ √40. ഇതിനെ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതിനെ ഹോൾ നാച്ചുറൽ നമ്പർ ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, √4 ഇൻറ്റു 10. അപ്പം 2√10 എന്ന് എഴുതാം. പക്ഷെ ഇത് ഒരു നാച്ചുറൽ നമ്പർ അല്ല, ഫ്രാക്ഷനുമായിട്ടും എഴുതാൻ പറ്റത്തില്ല. സോ ദിസ് കനോട്ട് ബി റിട്ടൺ ആസ് എ ഫ്രാക്ഷൻ ഓർ എ നാച്ചുറൽ നമ്പർ. അടുത്ത സെറ്റ് തന്നിരിക്കുന്നത് √0.5ഉം √8ഉമാണ്. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. √0.5 ഇൻറ്റു 8 അല്ലേ? 5 40. പക്ഷേ ഒരു ഡെസിമൽ പോയിന്റ് എന്ന് പറയുമ്പം √4 ആണ്. 4.09. അപ്പോൾ √4 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ദിസ് പ്രോഡക്റ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എ നാച്ചുറൽ നമ്പർ. അടുത്തത് √7 and 1/2ഉം √3 and 1/3ഉം. ആദ്യം 7 and 1/2 എന്താണെന്ന് നോക്കാം. 7 2 14 1 15. 15/2 ആണ് 7.5 എന്ന് പറയുന്നത്. 3 and 1/3 എന്ന് പറഞ്ഞാൽ 3 9 1 10. 10/3 ആണ് 3 and 1/3. അപ്പോൾ ഇതിനെ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ √7.5ന് പകരം ഞാൻ 15/2 എന്ന് എഴുതുകയാണ്. ഇൻറ്റു 3 and 1/3ക്ക് പകരം 10/3 എന്ന് എഴുതാം. എന്നിട്ട് എന്താവും നോക്കാം. ഇവിടെ 3 ഇവിടെ 15 കട്ട് ചെയ്ത് ഇവിടെ 5 എന്ന് എഴുതാലോ. ഇവിടെ 2 ഇവിടെ 10 കട്ട് ചെയ്ത് ഇവിടെ 5 എന്ന് എഴുതാലോ. ഡിവൈഡ് ചെയ്തതാണ്. അപ്പോൾ √5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 25. 25ന്റെ √ 5 തന്നെ. അല്ലെങ്കിൽ √നകത്ത് ഒരു പെയർ ഇങ്ങനെ വന്നാൽ അതിൽ നിന്ന് ഒരെണ്ണം പുറത്തോട്ട് എടുക്കാം എന്നല്ലേ? അതുകൊണ്ട് 5 ആണ് ഇത്. സോ ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു നമ്പേഴ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എ ഹോൾ നമ്പർ, നാച്ചുറൽ നമ്പർ. Calculate the length of the sides of the equilateral triangle on the below. Correct to a millimeter. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സമഭുജ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം മില്ലിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക. ഇതാണ് തന്നിരിക്കുന്ന ഫിഗർ. ഈ തന്നിരിക്കുന്നത് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 3 സൈഡ്സും എ ആണ്. ഇത് മൊത്തം എ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ a/2, ഇതും a/2. അപ്പോൾ ഇത് മൊത്തം എ ആയല്ലോ.
ഇനി ഈ സൈഡിൻ്റെ ഈ എയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രം ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാം. ഇങ്ങനെ ഞാൻ വരയ്ക്കുകയാണ്. ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ, അപ്പോൾ ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണല്ലോ, ഇതും 60 ഡിഗ്രിയാണ്. നമുക്ക് ഈ ഒരു ആംഗിൾ മതിയെന്ന് വയ്ക്കാം. ഇത് 60 ഡിഗ്രി. ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് a/2. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 4 സെൻറ്റിമീറ്റർ അല്ലേ. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 4 സെൻറ്റിമീറ്റർ. ഈ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട്, അതായത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആളാണ് എ. ഇനി എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ tan 60 എന്ന് പറയുന്നത് എത്രയാണ്? tan 60 ഡിഗ്രി. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ a/2. അപ്പോൾ ഈ /2, ഈ 2 മുകളിലോട്ട് പോകും. അപ്പോൾ ഇത് 8/a എന്നായി. അതായത് 8/a എന്ന് പറയുന്നത് tan 60 ഡിഗ്രിയാണ്. ഇനി tan 60 ഡിഗ്രി എത്രയാണ്? നമ്മൾ മുമ്പ് ഒരു ചാർട്ട് പഠിച്ചു വെച്ചായിരുന്നു. അതിൽ tan 60 എത്രയാണെന്ന് നോക്കി. tan 60 എന്ന് പറയുന്നത് √3 ആണ്. tan 60 √3 ആണ്. അപ്പോൾ ആ വാല്യൂ ഇങ്ങോട്ട് കൊടുക്കാം, √3. അതായത് എനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? 8 എന്ന് പറയുന്നത് √3a ആയി അല്ലേ, √3 × a. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? 8/√3. അത്രയും സെൻറ്റിമീറ്റർ ആണ് സൈഡ് ഓഫ് ദി ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് മില്ലിമീറ്റർ വരെ ഇത് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാണ്. 8/√3 ആണല്ലോ വാല്യൂ, അതിനെ മുകളിലും താഴെ ഞാൻ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനാണെന്നോ? √3 × √3 9. √3 × √3 സ്ക്വയർ റൂട്ട് ഓഫ് 9. മുകളിൽ 8√3 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞു. 3 × 3 9. അപ്പോൾ 8√3/3 എന്നായി. ഇനി നമുക്ക് 8/3 ചെയ്യാം. 8/3 ചെയ്യുമ്പോൾ 8/3 2 times 6. 2 ആണ് റിമൈൻഡർ. ഇവിടെ 0 ഇട്ടു 20 6 18 2 0 6. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഇത് 2.66 എന്ന് എടുക്കാം അല്ലേ. 2.66 ഒരു 6ഉം കൂടി ഇരുന്നോട്ടെ ഇൻറ്റു. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് 8/√3 ആണ്. 8/√3യുടെ വാല്യൂ ആണ് 2.666 എന്ന് കിട്ടിയത്. √3യുടെ വാല്യൂ എത്രയാണ്? 1.732. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4.617512 എന്ന് വരും. അത് റൗണ്ട് ഓഫ് ചെയ്ത് നമുക്ക് 4.6 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. Prove that √2 + 1 × √2 - 1 is equal to 1. Use this to compute 1/√2 - 1. Correct to 2 decimal places. √2 + 1 × √2 - 1 is equal to 1 എന്ന് തെളിയിക്കുക. ഇതുപയോഗിച്ച് 1/√2 - 1 2 ദശാംശ സ്ഥാനം വരെ കണക്കാക്കുക. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ തന്നിരിക്കുന്നത് √2 + 1 × √2 - 1 is equal to 1. ഇവിടെ നമ്മളൊരു ഐഡൻറ്റിറ്റി പണ്ട് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. a + b × a - b is equal to a² - b². ഇതിനോട് കമ്പയർ ചെയ്യാം. ഇതിന് കണ്ടോ, എ എന്ന് പറയുന്ന പ്ലേസിൽ കിടക്കുന്നത് √2, ബി എന്ന് പറയുന്ന ആളുടെ പ്ലേസിൽ കിടക്കുന്നത് 1 അല്ലേ. അപ്പോൾ ദിസ് ക്യാൻ ബി വെരിഫൈഡ് യൂസിങ് ദിസ് ഐഡൻറ്റിറ്റി. ഇനി അതുപോലെ തന്നെ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷനാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് LHS എന്ന് എടുക്കാം. LHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഈക്വൽ ടു സിമ്പിൾ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഈക്വൽ ടു സിമ്പിൾ. ഇവിടെ ഇപ്പോൾ ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഈക്വൽ ടു സിമ്പിൾ. അപ്പോൾ LHS is equal to √2 + 1 × √2 - 1. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഐഡൻറ്റിറ്റിയാണ്. ഈ ഐഡൻറ്റിറ്റിയിൽ ഇപ്പോൾ എയുടെ പ്ലേസിൽ √2 ആണ്. അപ്പോൾ a² എന്ന് പറയുമ്പം √2² മൈനസ് a² - b² അല്ലേ. a² എഴുതി. ഇനി b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ന്റെ സ്ക്വയർ. √2ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മൈനസ് 1² is 1. സോ 2 - 1 1. ആൻഡ് 1 എന്ന് പറയുന്നതാണ് നമ്മുടെ RHS, റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഈക്വൽ ടു സിമ്പിൾ. സോ LHS is equal to RHS. Hence proved. Compute 1/√2 + 1. Correct to 2 decimal places. 1/√2 + 1 2 ദശാംശ സ്ഥാനം വരെ കണക്കാക്കുക. നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് 1/√2 + 1 ഇതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ്.
അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ മുകളിലും താഴെയും, അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഞാൻ √2 - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടില്ലേ, ഇത് √2 + 1 × √2 - 1 എന്നുള്ളതിനെ a + b × a - b എന്നുള്ള ഐഡന്റിറ്റി യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം മുകളിൽ, അതായത് ന്യൂമറേറ്ററിൽ 1 × √2 - 1 എന്ന് പറയുമ്പോൾ √2 - 1 തന്നെ, താഴെ √2 + 1 × √2 - 1 എന്ന് പറയുമ്പോൾ a + b × a - b, a² - b². അപ്പോൾ ഇത് √2 - 1 √2 the whole square is 2 -1² 1. അപ്പോൾ ഇത് √2 - 1/1. 2 - 1 is 1. അതായത് √2 - 1 ആണ്. √2 എന്ന് പറയുമ്പോൾ 1.414 എന്ന് എടുക്കാം, -1. അതെങ്ങനെ വരും? 1.414 - 1. 1 എന്ന് പറയുന്നത് 1.000 അല്ലേ? എത്ര സീറോ വേണേലും ഇടാം പോയിന്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0.414 എന്ന് വരും. അപ്പോൾ ആൻസർ 0.414 ആണ്. Simplify √3 - √2 × √3 + √2. Use this to compute 1/√3 - √2 and 1/√3 + √2 correct to 2 decimal places. √3 - √2 √3 + √2 ലഘൂകരിച്ചെഴുതുക. അതുപയോഗിച്ച് 1/√3 - √2 1/√3 + √2 ഇവ 2 ദശാംശ സ്ഥാനം വരെ കണക്കാക്കുക. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ട് ദിസ് വാല്യൂ അല്ലെ, ഇതിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യണം. ഇത് a - b × a + b അല്ലേ, അല്ലെ? √3 ഇവിടെ, √3 ഇവിടെ, √2 ഇവിടെ, √2 ഇവിടെ. അപ്പോൾ എയുടെ പ്ലേസിലോട്ട് ഞാൻ √3 എന്നുള്ളതും ബിയുടെ പ്ലേസിലോട്ട് √2 എന്നുള്ളതും എടുക്കാം. അപ്പോൾ a + b × a - b, a² - b² അല്ലേ? a എന്ന് പറയുന്നത് √3, അതിന്റെ സ്ക്വയർ മൈനസ് √2 the whole square. √3യുടെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മൈനസ് √2ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2. 3 - 2 1. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 1 ആണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് 1/√3 - √2 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാതെ √3 + √2 ഉണ്ട്. ഇവിടെ മൈനസ് ആയിരുന്നു, ഞാൻ പ്ലസ് എടുത്തു. എന്തിനാണ്? a² - b² എന്നുള്ള ഫോമിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പം ഡിനോമിനേറ്റർ a - b × a + b, അത് തന്നെയാണ് a + b × a - b. അപ്പം നമുക്കവിടെ നമുക്ക് a² - b² എന്ന് സിമ്പിളായിട്ട് എഴുതാം. ഇവിടെ 1 × √3 + √2 സെയിം ആസ് √3 + √2. ഇനി ഡിനോമിനേറ്ററിൽ വരുമ്പം ഇത് a² - b², നമ്മളിന് തൊട്ട് മുമ്പ് ചെയ്തു വെച്ചിരുന്നത് 1 ആണ്. 1. അപ്പോൾ ഇത് √3 + √2 ആണ്. √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.732 + 1.414. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 3.146 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ആൻസർ. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ 1/√3 + √2 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും, ഒരേ നമ്പറും ഉണ്ട്. ഇവിടെ ഞാൻ √3 - √2 ആണ് എടുക്കുന്നത്, കാരണം ഇവിടെ പ്ലസ് ആണല്ലോ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുത്തത് അതിന് നേരെ കോൺജുഗേറ്റ്, നേരെ ഓപ്പോസിറ്റ് എടുത്തു. ഇനി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × √3 - √2 എന്ന് പറഞ്ഞാൽ √3 - √2 തന്നെ. താഴെയോ a + b × a - b, a² - b², അത് 1 വരും. നമ്മളിതിന് മുമ്പ് കണ്ടുപിടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് 1 വന്നു. അപ്പോൾ √3 - √2 എന്ന് പറയുമ്പോൾ 1.732 - 1.414 സബ്ട്രാക്ട് ചെയ്യുക. 0.318 എന്ന് കിട്ടും. സോ ഇതാണ് ആൻസർ. Prove that square root of 2/3 is equal to 2 × square root of 2/3 and square root of 3/8 is equal to 3 × square root of 3/8. Can you find other numbers like this? ഇവ തുല്യമാണെന്ന് തെളിയിച്ച് ഇതുപോലെയുള്ള മറ്റു സംഖ്യകൾ കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യനിൽ സ്ക്വയർ റൂട്ടിന്റെ അകത്ത് 2 and 2/3 തന്നിരിക്കുക. മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ, മിശ്ര ഭിന്ന സംഖ്യയാണ് തന്നിരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. അതായത് 2 and 2/3 എന്ന് പറയുന്നത് ഈ 3 × 2 6, 6 × 2 8, 8/3 ആണ്. 8/3 തന്നെയാണ് 2 and 2/3. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങോട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 8/3 എന്ന് എഴുതാലോ. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട്. അപ്പോൾ 8/3.
ഇനി 8 എന്ന് പറയുന്നത് എന്താണ്? 4 × 2 ആണ് 8 അല്ലേ? അങ്ങനെ മാറ്റി. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റാം? √4 × √2 / √3. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇനി ഇതെന്താണ്? √4 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പോൾ 2 √2 / √3. ഇനി ഇവിടെ √2 / √3 ഇല്ലേ, അതിനെ നമുക്ക് ജോയിൻ ചെയ്ത് എഴുതിക്കൂടെ? 2/3. കണ്ടോ? ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ സ്ക്വയർ റൂട്ട് ഓഫ് 3 and 3/8. ഇതാണ് ക്വസ്റ്റ്യൻ. 3 and 3/8 എന്ന് പറഞ്ഞാൽ 24 + 3 27/8 ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 27/8. 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × 3 ആണ് /8. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് സ്ക്വയർ റൂട്ട് ഓഫ് 9 × സ്ക്വയർ റൂട്ട് ഓഫ് 3 / സ്ക്വയർ റൂട്ട് ഓഫ് 8 ഇങ്ങനെ എഴുതാലോ. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 9 ഈസ് 3. അപ്പോൾ 3 √3 / √8 അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങനെ എഴുതാം 3 and സ്ക്വയർ റൂട്ട് ഓഫ് 3/8. ഇവിടെ ഇപ്പോൾ 8നെ മാറ്റണ്ട, കാരണം ക്വസ്റ്റ്യനിൽ 8 ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ 8നെ 4 × 2 എന്ന് എടുക്കാഞ്ഞത് കേട്ടോ. ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് തന്നിരിക്കുന്നത് പ്രൂവ് ചെയ്യാൻ ആ രീതിയിലോട്ട് ചെയ്തു. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യനിൽ ഇതുപോലത്തെ വേറെ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 4 and 4/15 എടുത്താൽ ഇതേപോലെ കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് ഇസ് ഈക്വൽ ടു 4 and സ്ക്വയർ റൂട്ട് ഓഫ് 4/15 അതാണ്. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 5 and 5/24 എടുത്താൽ ദിസ് ഇസ് സെയിം ആസ് 5 സ്ക്വയർ റൂട്ട് ഓഫ് 5/24 എന്ന് വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ജനറലായിട്ട് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് n + n/n² - 1 ഈസ് ഈക്വൽ ടു n × സ്ക്വയർ റൂട്ട് ഓഫ് n/n² - 1. ഇങ്ങനൊരു കാര്യമുണ്ട്. അതായത് ഇവിടെ കണ്ടോ, എന്നിൻ്റെ പ്ലേസിൽ ഞാൻ 4 കൊടുത്തു, 4. അപ്പോൾ n² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 4 16, 16ൽ നിന്ന് 1 പോയാൽ 15. n എന്ന് പറഞ്ഞാൽ 4 ആണ്. കണ്ടോ, 4 4/15 എന്ന് വരുമ്പോൾ 4 പുറത്തെടുക്കാം. നമ്മളിത് മിക്സഡ് ഫ്രാക്ഷനെ ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഇതെന്താ ഇങ്ങനെ വരുന്നതെന്ന് തോന്നും. പക്ഷെ ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അതുപോലെ ഇവിടെ എന്നിൻ്റെ പ്ലേസിൽ 5 കൊടുത്തു, n താഴെ n² - 1, 25 - 1 24. അപ്പോൾ അത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി ചേഞ്ച് വരുത്തുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാം, ഇതിൽ എന്നിൻ്റെ പ്ലേസിൽ എന്ത് വാല്യൂ കൊടുക്കുന്നോ അതിനനുസരിച്ച് പല പല നമ്പേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതോടെ ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് എക്സർസൈസ് പ്രോബ്ലംസും കഴിയും. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഓൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ ആർ ഈക്വിലാറ്ററൽ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദി ഔട്ടർ ആൻഡ് ഇന്നർ സ്ക്വയേഴ്സ്? ഇതാണ് ക്വസ്റ്റ്യൻ. ചിത്രത്തിലെ ചുമന്ന ത്രികോണങ്ങളെല്ലാം സമഭുജമാണ്, എന്ന് വെച്ചാൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണ് ഈ റെഡ് ട്രയാങ്കിൾസ് എല്ലാം. പുറത്തെ സമചതുരത്തിന്റെയും അകത്തെ സമചതുരത്തിന്റെയും വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്താണ്? അതായത് അകത്ത് ഗ്രീൻ കളറിൽ ഒരു സ്ക്വയർ കാണാം. ഇവിടെ ഗ്രീൻ കളറിൽ ഒരു സ്ക്വയർ ഉണ്ട്, പുറത്തും ഒരു വലിയ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി പറയുന്നത് നമുക്ക് ഇവിടെ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടല്ലോ. അപ്പോൾ ആ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിനെ മാത്രം നമുക്കൊന്ന് നോക്കാം. ഈ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എ ആണ് എന്ന് വിചാരിക്കാം. ഒരു സൈഡ് എ, ഇത് എ, ഇത് എ, ഇത് എ. ഇനി ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ടൊരു എന്താ പറയുക പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഈ സൈഡിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ്. ഇതോ, ഇത് a/2, ഇതും a/2 ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ പൈത്തഗോറസ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഇത് എ, ഇത് a/2, ഇത് x ആണെന്ന് വിചാരിച്ചു. അപ്പോൾ a² ഈസ് ഈക്വൽ ടു x² + a/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും, ആണല്ലോ. അപ്പോൾ x² ഈസ് ഈക്വൽ ടു a² - a/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ a² - a²/4. a²/4 എങ്ങനെയാണ് കിട്ടിയത്? ഇത് a/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a²/4. അപ്പോൾ ഇതെന്ത് വരും? 4 × a², 4a² - a² ഓൾ ഡിവൈഡ് ബൈ 4. 4x - x 3x അല്ലേ? അപ്പോൾ 3a²/4
എന്ന് വന്നു. അതാണ് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 3a²/4. അപ്പോൾ എ സ്ക്വയറിനെ 4ന്റെയും സ്ക്വയർ റൂട്ട് കിട്ടും. പക്ഷെ 3 അങ്ങനെ തന്നെ നിൽക്കും. √3a/2. ഇതാണ് എന്ത്? ഈ ഒരു സൈഡ് അല്ലേ, ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡ്. ഇനി ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇവിടെ ട്രയാങ്കിളിന്റെ ഇങ്ങനെ കട്ട് ചെയ്താൽ നോക്കിക്കേ, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? √3a/2 അല്ലേ? കാരണം ആ ട്രയാങ്കിളിനെ കട്ട് ചെയ്ത് ഇങ്ങനെ മറിച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു പോർഷനോ, ഇതും √3a/2 ആയിരിക്കും. എവിടുന്ന് ഈ √3a/2 കിട്ടി? ഈ ഹൈറ്റ് ആണ് ഇങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പം എത്ര കിട്ടും? √3a എന്ന് കിട്ടും. ഇനി ഇത് ട്രയാങ്കിളിന്റെ ഒരു സൈഡാണല്ലോ, ഇത് എ. അപ്പോൾ വൺ സൈഡ് ഓഫ് ദ ബിഗ് സ്ക്വയർ അല്ലെങ്കിൽ വലിയ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് √3a + a ആയിരിക്കും. √3a എന്ന് പറയുന്നത് √3a/2 √3a/2 ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് √3a എന്ന് കിട്ടി. അതിന്റെ കൂടെ ഈ ഒരു ലെങ്ത്തും കൂടിയുണ്ട്. ഈ ലെങ്ത്തും കൂടി ആഡ് ചെയ്യുമ്പം √3a + a എന്ന് കിട്ടി. ഇനി ചെറിയ സ്ക്വയറിന്റെ നോക്കാം. ചെറിയ സ്ക്വയറിന്റെ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് വലിയ സ്ക്വയറിന്റെ സൈഡിൽ നിന്ന് ഈ ഒരു എ, ഇത് എ ആണല്ലോ, ഈ റെഡ് കളറിലുള്ള ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും എ ആണ്. അപ്പോൾ ഇത് എ ആണ്. അതുപോലെ ഇവിടെയും എ ഉണ്ട്. അപ്പോൾ 2a നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ടോട്ടൽ വലിയ ലെങ്ത് ഇല്ലേ, വലിയ സ്ക്വയറിന്റെ ലെങ്ത് അതെത്രയാണ് നമുക്ക് കിട്ടിയ? √3a + a. അപ്പോൾ √3a + aയിൽ നിന്ന് എന്തൊക്കെ സബ്ട്രാക്ട് ചെയ്യണം? ഒരു എ ഇവിടെ കുറയ്ക്കണം, ഒരു എ ഇവിടെയും കുറയ്ക്കണം. അതായത് 2a കുറയ്ക്കണം അല്ലേ? കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്തുവരും? √3a + a - 2a. a - 2a എന്ന് പറയുമ്പം എന്ത് കിട്ടും? -a. അപ്പോൾ √3 - a ആണ് എന്ത്? ചെറിയ സ്ക്വയറിന്റെ ഒരു സൈഡ്. ഇനി ഇവിടെ a കോമൺ ആണല്ലോ, a ഞാൻ പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ a × √3 - 1 ആണ് ചെറിയ സ്ക്വയറിന്റെ സൈഡ്. അതുപോലെ വലിയ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് ഇവിടെ a കോമൺ ആയിട്ട് എടുക്കുമ്പോൾ a × √3 + 1 ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യോ എത്രയായിരിക്കും? പുറത്തെ സമചതുരത്തിന്റെയും അകത്തെ സമചതുരത്തിന്റെയും. അപ്പൊ ആദ്യം വലിയ സ്ക്വയറിന്റെയാണ് എടുക്കേണ്ടത്. a × √3 + 1 = a × √3 - 1. ഇവിടെ a കോമൺ ആണ്, അത് കട്ട് ചെയ്ത് കളയാം. അപ്പൊ എന്ത് വരും? √3 + 1 = √3 - 1. ഇതാണ് റേഷ്യോ ബിറ്റ്വീൻ ദ ലെങ്ത്സ് ഓഫ് ദ ബിഗർ ട്രയാങ്കിൾ ആൻഡ് ദ ബിഗർ സ്ക്വയർ ആൻഡ് ദ സ്മോളർ സ്ക്വയർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു.